ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്. Yeah. ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസിലൊക്കെ വന്നേക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഉറക്കത്തിൽ ഉം. ഡീപ്പർ സ്റ്റേജസ് ഓഫ് സ്ലീപ്പിൽ Yeah. ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ ക്ലെൻസിങ് നടക്കുന്നത്. ആ. നല്ലപോലെ സ്ലീപ്പ് കിട്ടാത്തവർക്ക് ഉം. ബേസിക്കലി കുറച്ച് കഴിയുമ്പം മെമ്മറി ഡിസ്റ്റർബൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്രെയിൻ ഹെൽത്ത്. ഒരു 7 hours ഓഫ് സ്ലീപ്പ് ഡേ അത് വെരി Must ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ യൂഷ്വലി ഏത് ഏജ് എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾസൈമേഴ്സിലേക്ക് ആൾക്കാർ കൂടുതലും പ്രോൺ ആവുന്നത്? 65 എബവ് ആണ്. 65 വയസ്സിന് മേലെ ഉള്ളവർക്കാണ് ഉം. അൽസൈമേഴ്സ് വരുന്നത്. ആസ് ഏജ് അഡ്വാൻസസ് അതിൻ്റെ ചാൻസസ് നല്ലപോലെ കൂടുന്നുണ്ട്. ഏർലി സ്റ്റേജ് ഓഫ് ഡിസീസ് ആണെങ്കിൽ പോലും നമ്മൾ അവരോട് പറയുന്നത് മരുന്നല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ഫിസിക്കൽ എക്സസൈസാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് മൈഗ്രെയിൻ വരുന്നവരുണ്ടല്ലോ, അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താ അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുക? ചില ഫുഡ് ഐറ്റംസ് ആയിരിക്കും, ചിലപ്പോൾ വെയിലത്ത് പോയാലായിരിക്കും. അത് കുറേയൊക്കെ നമുക്ക് അതെല്ലാം Avoid ചെയ്യാം. അവോയ്ഡ് ചെയ്യാം. ഡിമെൻഷ്യ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന കെയർ ഗിവേഴ്സിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഡിമെൻഷ്യ ഉള്ളവർക്ക് അവരറിയില്ല അവരറിയുന്നില്ല. എന്താ ചെയ്യുന്നതെന്ന്. കണ്ടിരിക്കുന്നവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അവസാനം അവരോട് നമ്മൾ പറയുമ്പോൾ പറയും, സാധാരണ ഇങ്ങനെ പറയാറ്, ലൈക്ക് ഒരു 3-year-old കുട്ടി ചെയ്യും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് നോർമലായിട്ടല്ലേ എടുക്കുള്ളൂ. ഇതിപ്പോൾ 3-year-old കുട്ടിയുടെ ആ ഒരു ബ്രെയിൻ ഇതും ആളുടെ വലിയൊരു ബോഡി, ശരീരവും. അത് അങ്ങനെ വരുമ്പോഴാണ് ആ മിസ്മാച്ച് വരുന്നത്. അതെ. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസ്, അതായത് ബ്രെയിനിലേക്കുള്ള രക്തോട്ടം കട്ട് ഓഫ് ആയി പോകുന്നു. ഓക്കെ. പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് സഡൻ ആയിട്ടും വരാം, മേ ബി ഓവർ എ പീരീഡ് ഓഫ് ടൈമും വരാം. ഇപ്പം നമ്മുടെ കൈയുടെ കാലിൻ്റെ മോട്ടോർ കൺട്രോൾ, അതായത് കൈകാലിൻ്റെ അനക്കം കൺട്രോൾ ചെയ്യുന്ന ഭാഗത്താണെങ്കിൽ വീക്ക്നെസ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ സംസാരത്തിനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ഫേസ് കൂടിപ്പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നടക്കുമ്പോൾ ആട്ടം പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗം കാണാതെ അങ്ങനെ തലകറക്കമായിരിക്കാം. ഇതൊക്കെയാണ് കോമണസ്റ്റ് ആയിട്ട് വരുന്ന സിംറ്റംസ്. മൈൽസ്റ്റോൺ ഡോക്ടറിൽ ഇന്ന് BPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ വിദ്യ MV. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ഒരു ന്യൂറോളജിസ്റ്റാണ്. ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കാണുമ്പോൾ തന്നെ ആദ്യം എല്ലാവരും പെട്ടെന്ന്, ഇന്നത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണല്ലേ. എല്ലാവരുടെയും ആ ഒരു യൂത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ ആവശ്യത്തിലേറെ ടെൻഷനും പ്രഷറും എല്ലാം ക്യാരി ചെയ്തുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊന്നും ഈ സ്ട്രെസ്സ് കൂടിയിട്ടാണോ എനിക്കൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ പണ്ട് ഒരുപാട് കാര്യങ്ങൾ ഓർത്തോർത്ത് ചെയ്യുമായിരുന്നു, പക്ഷേ ഒരു 60ലേക്ക് ടച്ച് ചെയ്യുന്ന ആൾക്കാർ പറയും ഇപ്പം എനിക്ക് അതുപോലൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഈ മെമ്മറി ലോസിൻ്റെ കാരണം അതെന്താണ് ഡോക്ടർ? അപ്പോൾ മെമ്മറി ലോസ് എന്ന് പറയുമ്പം ഇപ്പോൾ പറഞ്ഞ പ്രോബ്ലം അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ലൈക്ക് സബ്ജക്റ്റീവ് മെമ്മറി കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒത്തിരി സ്ട്രെസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്ക് തോന്നുന്നു എനിക്ക് മെമ്മറി പ്രോബ്ലം ഉണ്ട് എന്ന്. അതായത് സബ്ജക്റ്റീവ് മെമ്മറി കംപ്ലയിൻസ്. ഓക്കെ. സാധാരണ ഒരു മേജർ മെമ്മറി പ്രോബ്ലം ഉള്ള ഒരാൾക്ക് സാധാരണ സ്വന്തമായിട്ടല്ല അത് പറയുക, മറ്റുള്ളവരാണ് അത് നോട്ടീസ് ചെയ്യുക, അങ്ങനെയാണ്. അപ്പം പക്ഷേ ഏർലി സ്റ്റേജസിൽ ചിലപ്പോൾ അങ്ങനെയും വരാം, ലൈക്ക് നമുക്ക് അത്രയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് തന്നെ വരാം. പക്ഷെ സാധാരണ വരുന്നത് സബ്ജക്റ്റീവ് മെമ്മറി കംപ്ലയിൻസ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് അത് പ്രോബബ്ലി അവരുടെ ആങ്സൈറ്റിയോ അങ്ങനെ മാത്രം ആയി കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ട് മാത്രം അങ്ങനെ ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ ആദ്യത്തെ ഇത്. മീൻസ് ഒത്തിരി പേര് സ്ട്രെസ്ഡ് ആയിട്ട് എൻ്റെ ഓർമ്മ പോയി എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ അത് പക്ഷേ അതിന് എന്താ പറയുക, ഡെഫിനറ്റായിട്ടും അതിനൊരു ഇവാലുവേഷൻ വേണം. മെഡിക്കൽ ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു ഇവാലുവേഷൻ വേണം. പക്ഷെ അതിനു മുമ്പ് ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ട് പ്രശ്നമാണ്, ഡിമെൻഷ്യയുടെ തുടക്കമാണ് എന്ന് പറഞ്ഞ് ഡിപ്രസ്ഡ് ആവുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അതിന് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ന്യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് പ്രോബ്ലം ഉണ്ടോ, എത്രമാത്രം ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ. പക്ഷേ ഇപ്പം ചിലർ പറയുന്നത്, ഓക്കെ, ഓർമ്മക്കുറവ് പറയുന്നത് ടു മച്ച് ഓഫ് അവരുടെ ബ്രെയിനിനോ അല്ലെങ്കിൽ അവരുടെ ബോഡിക്കോ ഓവർ പ്രഷർ അവർ കൊടുക്കുന്നത് കൊണ്ടാണോ? നമ്മൾ ഒരു നോർമൽ ഹ്യൂമൻ ആണല്ലേ, അപ്പം ചില ആൾക്കാർ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ത്രൂ ഔട്ട് കുറച്ച് നാളുകൾ കൊണ്ട് ബ്രെയിനിന് ഓവർ ജോലി ചെയ്യിപ്പിച്ചത് കൊണ്ട് വന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
സി മൾട്ടി ടാസ്കിങ് അതും വേറൊരു സംഭവമാണ്. ഓക്കെ. ലൈക്ക് മൾട്ടി ടാസ്കിങ് എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന. ചെയ്യുന്നു. അതെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതെ. അപ്പം രജിസ്റ്റർ ചെയ്യാതെ ഇപ്പോൾ ഒരു കാര്യത്തിൽ ഞാനൊരു സംഭവം ഒരു പകുതി ഇവിടെ ചെയ്തു, ഉം. ഒരു കാര്യം വേറെ ചെയ്തു. ഉം. അത് കഴിയുമ്പോൾ ലൈക്ക് റീകോൾ ചെയ്യുന്ന ചിലപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്മറി ഇതുപോലെ ഡിസ്റ്റർബൻസ് ഉള്ള പോലെ തോന്നിക്കാം. ഓക്കെ. ലൈക്ക് യങ്സ്റ്റേഴ്സിൽ കൂടുതലും ഇത് കാണാറുണ്ട്. ലൈക്ക് മൾട്ടി ടാസ്കിങ് ഉം. കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അവർ. അപ്പം വിചാരിക്കും എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അത് മെമ്മറി പ്രോബ്ലം ആണ് ഉം. എന്ന്. ഉം. ഒരു മൾട്ടി ടാസ്കിങ് ചെയ്തത് കൊണ്ട് ഒരിക്കലും അത് ഡിമെൻഷ്യയിലോട്ട് പോവില്ല. ഓക്കെ. പോയില്ല അങ്ങനെ തോന്നാം, കാരണം ഒരു ലിമിറ്റ് കൂടുതൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഹ്യൂമൻ ബ്രെയിനിന് അത്രേ ഉള്ളൂ. കുറവാണല്ലോ. അതെ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും റീകളക്ട് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പറയാറ് ഒരു കുറച്ചൊന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ കുറച്ചൊന്ന് ഉം. ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചിട്ട് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യുക അല്ലേ? ചെയ്താൽ അത് മൾട്ടി ടാസ്കിങ് കൊണ്ടുള്ളതാണെങ്കിൽ അത് ഓക്കെ. ഉം. അങ്ങനെ. ഓക്കെ. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സിനും കുട്ടികളിലൊക്കെ ആണെങ്കിലും ചില കുട്ടികളിൽ നല്ല മെമ്മറി പവറാണ് നമുക്കറിയാം. ചില കുട്ടികളിൽ അവരുടെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലും കോൺസെൻട്രേഷൻ ലെവലൊക്കെ ചില കുട്ടികളിൽ ഭയങ്കര നല്ലതായിരിക്കാം. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരേ വീട്ടിൽ ഒരുമിച്ച് വളരുന്ന ഒരേ ആഹാരം കഴിക്കുന്ന കുട്ടികളിൽ തന്നെ സിബ്ലിങ്സിലും ഒരാൾക്ക് നല്ല മെമ്മറി പവറും ഒരാൾക്ക് എന്നാൽ അത്രത്തോളം ഇല്ലായ്മയും കാണുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ അതെന്തായിരിക്കും? അത് ഈ മെമ്മറി ലോസും ഇതും ടോട്ടലി ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ഓക്കെ. മീൻസ് നമ്മളെ മെമ്മറി നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ഉം. ലൈക്ക് കുറേ ഫാക്ടേഴ്സ് അതിനകത്ത്. അതായത് നമുക്ക് ഒരു ജന്മനാല് കിട്ടുന്ന ഒരു മെമ്മറി പവർ, അതാണല്ലോ ഇപ്പോൾ ഉദ്ദേശിച്ചത്. അതെ. അതായത് ഒരാളുടെ ലേണിംഗ് പവർ അതെ. അല്ലെങ്കിൽ ഇന്റലക്ച്വൽ കോൺസെൻട്രേഷൻ എബിലിറ്റി, ലെവൽ. യാ. അതെല്ലാം കുറേ ജനറ്റിക്കലി പാർട്ടിസിപ്പിൾ വരുന്നതാണ്. ജനറ്റിക്കലി ഓക്കെ. ഇതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻസൾട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഡെലിവറിയുടെ സമയത്തോ അല്ലെങ്കിൽ നിയോനേറ്റൽ പീരീഡിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, ഉം. ഇപ്പൊ സിബ്ലിങ്സ് തമ്മിൽ ഉം. ലൈക്ക് ഒരു കുട്ടി വളരെ നന്നായിട്ട് ബ്രില്യന്റ് പെർഫോം ആയിട്ടും. ചെയ്യുന്നു, യാ. മറ്റേ കുട്ടി അപ്പോൾ ചിലപ്പോൾ ചെറിയ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ജനറ്റിക് അതിനകത്ത് വലുതായിട്ട് വരില്ല. ഉം. എന്നാൽ പോലും ബാക്കി ഈ എന്താ പറയുക, ഡെലിവറിയുടെ സമയത്തുള്ളത്, ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്ന ചെറിയ ഡാമേജ്, അങ്ങനത്തെയൊക്കെ കൊണ്ടും ഇങ്ങനത്തെ ഡിഫറൻസ് വരാം. ഓക്കെ. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ പറയണ ഇനി മെമ്മറി ലോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഡിസീസ് കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒന്നാണ് അപ്പോൾ. മെമ്മറി ലോസ് എന്ന് പറഞ്ഞാൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന സംഭവം. അതെ. അതായത് അതിൻ്റെ ഡിമെൻഷ്യയും അൾസൈമേഴ്സ് ആണെങ്കിലും ഇതെല്ലാം ഇത് മെമ്മറി ലോസിൽ തന്നെ വരണതല്ലേ? മെമ്മറി ലോസ് എന്ന് പറയുന്നത്, ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ കുറേ ടൈപ്സ് ഉണ്ട്. ആ. എല്ലാ ഡിമെൻഷ്യയും അൽസൈമേഴ്സ് അല്ല. ഓക്കെ. അങ്ങനെയാണ്. അപ്പോൾ അതായത് നമ്മളിപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു കുട്ടി നല്ലപോലെ ബ്രില്യൻ്റ് ആണ്, ഉം. ഒരു കുട്ടി അത്രയും സ്കൊലാസ്റ്റിക്കലി അല്ലെങ്കിൽ അത്രയും ബ്രില്യൻ്റ് അല്ല. ഉം. അപ്പോൾ നമ്മുടെ നോർമൽ ഒരു എന്താ പറയുക ഫങ്ഷനിങ് എബിലിറ്റിന്ന് ഉം. ഡിക്ലൈൻ വരുമ്പോഴാണ് നമ്മൾ മെമ്മറി ലോസ് എന്ന് പറയുക അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുക. ഓക്കെ. അതായത് മറ്റേത് മെൻ്റൽ സബ്നോർമാലിറ്റി അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ച്ഡ് അങ്ങനെയേ പറയുള്ളൂ. ഉം. നോർമലി പോകുന്ന ഒരാൾ നോർമൽ ഫങ്ഷനിങ് കപ്പാസിറ്റിന്ന് ഒരു ഡിക്ലൈൻ വരുന്നു. ഉം. അതായത് എനിക്കിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, ഉം. ഓവർ ടൈം എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉം. അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓർമ്മ നിൽക്കുന്നില്ല, എന്തെങ്കിലും ഒരു മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റീകളക്ട് ചെയ്ത് പറയാൻ പറ്റുന്നില്ല. ഉം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ, അതായത് ഒരു നോർമൽ ഫങ്ഷനിങ് ഇതിന്ന് ഒരു ഡിക്ലൈൻ വരുമ്പോഴാണ് നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് പല ഗ്രേഡ്സ് ഉണ്ട്, പല ടൈപ്സും ഉണ്ട്. ആ. അതിൽ മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ട്രീറ്റബിൾ ഡിമെൻഷ്യാസ് എടുക്കാം, അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസ് എടുക്കാം. ഉം. ഡീജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന അൽസൈമസ്, ഉം. ഏറ്റവും കോമണസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അൽസൈമേഴ്സ് അൾസൈമേഴ്സ്. ആണ്. അതുപോലെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസ് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ചുരുക്കം വരുന്ന ഡിമെൻഷ്യാസ്. ഉം. അതായത് നമുക്കൊരു വേറെ റീസൺ നമുക്ക് ഉം. കാണാൻ പറ്റില്ല, ഉം. ചുരുക്കമുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോഴാണ് അൽസൈമേഴ്സ് ആണോ, അത് പെത്തോളജി ലെവലിലൊക്കെ നോക്കുമ്പോഴാണ് അത് കൂടുതൽ അറിയാൻ പറ്റുക. ഉം. അൽസൈമേഴ്സ് ആണ് ഈ ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസിൽ ഏറ്റവും കോമൺ, അൽസൈമേഴ്സ് ആണ്. ഓക്കെ. പിന്നെ വരുന്ന ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യാസ് എന്ന് പറയും, ഉം. അതുണ്ട്. അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. ഉം. പിന്നെ കുറേയൊക്കെ ലൈക്ക് മിക്സഡ് ഡിമെൻഷ്യാസ് പറഞ്ഞാൽ ഇപ്പോൾ അൽസൈമേഴ്സിൻ്റെ കൂടെ തന്നെ ആ ഇൻഡിവിജ്വലിന് കുറച്ച് വാസ്കുലാർ എന്ന് പറഞ്ഞാൽ രക്തോട്ടം കുറഞ്ഞിട്ട് ഉം. പല പല കുഞ്ഞു കുഞ്ഞു ഇൻഫാക്ട്സ് വന്നിട്ടോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പോയിന്റിൽ ഒരു ഇൻഫാക്ട് വന്നിട്ടോ അങ്ങനെ ഡിമെൻഷ്യ വരാം. അതായത് വാസ്കുലാർ ഡിമെൻഷ്യ പ്ലസ് അൽസൈമേഴ്സ് ഡിമെൻഷ്യ രണ്ടും ഒരാൾക്ക് തന്നെ വരാം.
മിക്സ്ഡ് ഓ ഡിമെൻഷ്യ. ഓ അതായത് നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ കുറേ ആൾക്കാരും ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, സ്മോക്ക് ചെയ്യും, ആ അങ്ങനെ കുറേ ഓക്കെ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ യാ അവർക്ക് ദേ ആർ പ്രോൺ ഫോർ എന്താ പറയുക, ചെറിയ ചെറിയ ഓക്കെ ഇൻഫാക്ട്സ്, സ്ട്രോക്ക്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സ്ട്രോക്സ് ആണെങ്കിൽ പോലും അത് അക്യുമുലേറ്റ് ചെയ്ത് കുറേ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് കുറേ കുറയും. അതിൻ്റെ കൂടെ ഈ അൽസൈമേഴ്സ് പറഞ്ഞ അസുഖവും കൂടെ വരുമ്പോൾ മിക്സഡ് ഡിമെൻഷ്യ എന്ന് പറയും. ഓ പിന്നെ പറയാൻ പറ്റുന്ന നമുക്കൊരു കുറേ ഒരു ഗ്രൂപ്പുണ്ട് ട്രീറ്റബിൾ ഡിമെൻഷ്യാസ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിമെൻഷ്യ ഡയഗ്നോസ് ചെയ്തു, അതായത് നമുക്കൊരു നോർമൽ ഫങ്ഷനിങ് ലെവലിൽ നിന്ന് കുറച്ച് ഡിക്ലൈൻ വന്നു, അത് ഡിമെൻഷ്യ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. നമുക്ക് എപ്പോഴും അത് അൽസൈമേഴ്സ് ആണെന്ന് അങ്ങനെ പറയാൻ പറയാൻ പറ്റില്ല. പറ്റില്ല. ഓക്കെ അതുകൊണ്ട് തന്നെ അതിന് ഇവാലുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറേ കണ്ടീഷൻസ് ഉണ്ട് ട്രീറ്റബിൾ ഡിമെൻഷ്യാസ്, അതായത് ട്രീറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സിബിൾ ആണ്. അതിൽ മെയിനായിട്ട് വരുന്ന ഇപ്പം തല ഇടിച്ച് വീഴുകയൊക്കെ ചെയ്യില്ലേ, അപ്പോൾ സബ്ഡ്യൂറൽ ഹെമറേജ് എന്ന് പറയും. അതായത് ചെറിയ ബ്ലീഡിങ് വരും ഔട്ട്സൈഡ് ദ ബ്രെയിൻ. അപ്പോൾ അതൊക്കെ ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി ലോസ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഓക്കെ ചെറിയ ഇൻഫാക്ട്സ്, ചെറിയ രക്തക്കുഴൽ അടഞ്ഞിട്ട് സ്ട്രോക്ക് വരുന്നത്, അതും ഇതുപോലെ സ്ട്രാറ്റജിക് ലൊക്കേഷൻസിൽ, അതായത് നല്ല മെമ്മറി കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗത്ത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഡിമെൻഷ്യ ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ. പിന്നെ B12 ഡെഫിഷ്യൻസി, എസ്പെഷ്യലി ഓ വെജിറ്റേറിയൻസിൽ ഓ B12 കുറഞ്ഞു കഴിഞ്ഞാൽ യങ് ഓൺസെറ്റ് അവർക്ക് ഇതുപോലെ മെമ്മറി കംപ്ലയിൻസ് ഒക്കെ വരാം. തൈറോയിഡിൻ്റെ ഹൈപ്പോതൈറോയിഡിസം, ആ അതായത് തൈറോയിഡിൻ്റെ ഡെഫിഷ്യൻസി, ആ അങ്ങനെ വരുമ്പോൾ വരാം. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പം മെയിനായിട്ട് പറയാനുള്ളൊരു ഓട്ടോ ഇമ്മ്യൂൺ എൻകെഫലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ, അതായത് നമ്മുടെ ബ്രെയിനിന് എഗെയിൻസ്റ്റ്, നമ്മുടെ ബ്രെയിൻ സെൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ്, ഇമ്മ്യൂൺ മീഡിയേറ്റഡ്. അതായത് അങ്ങനെ വരുമ്പോഴും ഇതുപോലെ മെമ്മറി കംപ്ലയിൻസ് ആയിട്ട് വരാം. അതൊക്കെ ഒരു പരിധിവരെ ട്രീറ്റബിൾ ആണ്. ഈ B12 ഡെഫിഷ്യൻസി, സബ്ഡ്യൂറൽ ഹെമറ്റോമ, തൈറോയിഡിൻ്റെ പ്രോബ്ലംസ്, അതൊക്കെ തീർത്തും ട്രീറ്റബിൾ ആണ്. ട്രീറ്റബിൾ ആണ്. മറ്റേതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഇത് ബേസിക്കലി നമ്മൾ ഡിമെൻഷ്യ സസ്പെക്ട് ചെയ്തുന്ന ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഫുള്ളി ആദ്യം നമ്മൾ കണ്ടുപിടിക്കും ഡിമെൻഷ്യ ഉണ്ടോ ഇല്ലയോ. അതിനൊരു ക്വസ്റ്റിനെയറും ചെറിയ കോഗ്നിറ്റീവ് വാല്യുവേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം ആൾക്ക് അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂസ് ഉണ്ട്, ഒരു ഉണ്ടാവും. ക്വസ്റ്റിനെയറും ആ അതിനുള്ള അപ്പോൾ അതിന് അത്രയും പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ലേബൽ ദം ആസ് ആ അങ്ങനെ ഡിമെൻഷ്യ. മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഫെർദർ ഇവാലുവേഷൻ ചെയ്യും. ലൈക്ക് അത് ബേസിക്കലി എത്രമാത്രം ഉണ്ട്, ഏതൊക്കെ ഡൊമെയിൻസിലാണ് വന്നേക്കുന്നത്. അപ്പം എന്നിട്ടാണ് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ബ്രെയിനിൻ്റെ സ്കാൻ എടുക്കും. കാരണം വേറെ എന്തെങ്കിലും പെത്തോളജി ഉണ്ടോ എന്നറിയാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ EEG വേണ്ടി വന്നേക്കാം, ചില കേസസിൽ നട്ടിൽ നിന്ന് ഫ്ലൂയിഡ് നോക്കേണ്ടി വന്നേക്കാം. ഓ ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡയഗ്നോസിസിൽ എത്തുന്നത്. ഓക്കെ. അപ്പോൾ യൂഷ്വലി ഏത് ഏജ് എത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾസൈമേഴ്സിലേക്ക് ആൾക്കാർ കൂടുതലും പ്രോൺ ആവുന്നത്? ബേസിക്കലി അൽസൈമേഴ്സ് സാധാരണ 65 എബവ് ആണ്. ഓക്കെ 65 വയസ്സിന് മേലെ ഉള്ളവർക്കാണ് അൽസൈമേഴ്സ് വരുന്നത്. 65 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അത് ആസ് ഏജ് അഡ്വാൻസസ് അതിൻ്റെ ചാൻസസ് നല്ലപോലെ കൂടുന്നുണ്ട്. മീൻസ് ഒരു 80 വയസ്സ് കഴിഞ്ഞ ഒരു 5-ൽ ഒരാൾക്കൊക്കെ അൽസൈമേഴ്സ് പെത്തോളജി ഉണ്ടാവും എന്നുള്ളതാണ്. ഓ അപ്പോൾ 65 കഴിഞ്ഞാലാണ് സാധാരണ. പക്ഷേ യങ് ഓൺസെറ്റ് അൽസൈമേഴ്സും ഉണ്ട്, ബിലോ 65 വരുന്ന ഓ ഉണ്ട്. കേസസിലും വരുന്നുണ്ട്. ഓക്കെ കുറച്ചൊക്കെ ജനറ്റിക് കുറേ ജീൻസ് ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ആണ്. ഓ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരുണ്ട്. ഇതും അങ്ങനെ വരുന്ന ഒന്നാണോ? വരാം. ഓക്കെ. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ജനറ്റിക്കൽ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് ഇതിൻ്റെ ഒരു പ്രിവെൻഷൻ എങ്ങനെയാണ് അപ്പോൾ? നോക്കൂ, അത് പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ജനറ്റിക് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ അതിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒന്നും വേറെ ഇല്ല. സോഫാർ ഒന്നും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ. ബാക്കി പിന്നെ ലൈഫ് വേറെ സ്റ്റൈൽ നമുക്കിപ്പോൾ മരുന്നായിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സ് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് നല്ല പോലെ ലൈക്ക് ഡയറ്റും എക്സസൈസും പിന്നെ ആൽക്കഹോൾ, എന്താ പറയുക, സ്മോക്കിംഗ്, അതെല്ലാം അവോയ്ഡ് ചെയ്യുക. അത് ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഷുഗർ, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളിൻ്റെ ഒക്കെ എല്ലാം അണ്ടർ കൺട്രോൾ ആക്കി വെക്കുക. ഹെൽത്തി ഓക്കെ
ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഈ പറയുന്ന മെമ്മറി ലോസ് എന്ന് പറയുന്നതിനും ലൈഫ് സ്റ്റൈൽ ഡിസീസസും നമ്മുടെ യൂത്ത് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലും അതിനകത്തൊരു മെയിൻ ഫാക്ടർ തന്നെയാണല്ലേ? ഡെഫിനറ്റ്ലി. കാരണം ആൽക്കഹോൾ എടുക്കുന്നവർക്ക് ആൽക്കഹോൾ റിലേറ്റഡ് ഡിമെൻഷ്യ വരാം, ഓ. മെമ്മറി ഡിസ്റ്റർബൻസ് വരാം. അപ്പോൾ അങ്ങനെ ഓക്കെ. ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റ് എന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ അതെ. മെഡിറ്ററേനിയൻ മറ്റേ ഡയറ്റ്, കീറ്റോ ഡാഷ്, ഡയറ്റ് ഒരുപാടുണ്ടല്ലോ അത്തരത്തിൽ പറയും. അതിൽ കൂടുതലും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ആ. അതുപോലെ ഒമേഗ 3, അത് ആ. ഫിഷ് ഫിഷ് നല്ലതാണ്. ക്യാപ്സ്യൂൾ. ഫിഷ് നല്ലതാണ്. പിന്നെ കുറേ നട്ട്സ് എല്ലാം ഒമേഗ 3 ഉം. കിട്ടാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ അങ്ങനെ പ്രിഡോമിനൻ്റ്ലി അങ്ങനത്തെ ഒരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഉം. റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് ഉം. ഫിഷ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഉം. വെജിറ്റബിൾസും ഉം. കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് എ ഡയറ്റ് വിച്ച് ഇസ് റിക്കമെൻഡഡ്. ഓക്കെ. അപ്പോൾ പിന്നെ ഉള്ളത് എക്സസൈസാണ്. ലൈക്ക് ഫിസിക്കൽ എക്സസൈസ്, എസ്പെഷ്യലി ഇപ്പോൾ ഏർലി ഏർലി സ്റ്റേജ് ഓഫ് ഡിസീസ് ആണെങ്കിൽ പോലും നമ്മൾ അവരോട് പറയുന്നത് മരുന്നല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ഫിസിക്കൽ എക്സസൈസ്, അതായത് രാവിലെ വൈകുന്നേരം അരമണിക്കൂർ എന്തായാലും നടക്കുക, വിച്ച് ഇസ് ഗുഡ് ഫോർ ദ ബ്രെയിൻ ഓൾസോ. ഓക്കെ. അങ്ങനെ. ആ. പിന്നെ കോഗ്നിറ്റീവ് എക്സസൈസ്. കോഗ്നിറ്റീവ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ മെമ്മറി എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ചെറിയ കണക്ഷൻസ് വഴിയാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പൂവിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ, ആ പൂവ് നമുക്ക് അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ കളറ് അറിയാൻ പറ്റും, കളർ, അതിൻ്റെ സ്മെല്ല്, അത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അതിനോടുള്ള, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ ഓർക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കാര്യം അനലൈസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് അതിനകത്ത്, ആ കണക്ഷൻസ് ആണ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിൽ ലൂസ് ഇറ്റ് എന്നാ. ആ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കോഗ്നേറ്റീവ് എക്സസൈസസ്, അതായത് പസിൽസ് ഒക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ക്രോസ് വേർഡ്സ്, യാ. പസിൽസ്. അപ്പോൾ ഏർലി സ്റ്റേജിലൊക്കെ ദേ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. കാരണം ആ മെമ്മറിയുടെ ചെറിയ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം അതെല്ലാം ഒരു പ്രോഗ്രഷൻ കുറയ്ക്കാൻ വേണ്ടി, ആ ന്യൂറോണൽ ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കാൻ വേണ്ടി യാ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയും കൂടെയൊക്കെ കുറേ നമുക്ക് കൂടെ ഗെയിൻ ചെയ്യാൻ പറ്റും മെമ്മറി പവർ. നമുക്കിപ്പം എന്നുവെച്ചാൽ ഗെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനേക്കാളും അതിൻ്റെ ഡിപ്പ് ആവാതിരിക്കാൻ നമുക്ക് അറ്റ്ലീസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? ബെറ്റർ ആക്കിയില്ലെങ്കിലും വേഴ്സ് അതെ 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 ആവാതിരിക്കുമല്ലോ. അതെ അതെ. ഓക്കെ. ഓക്കെ. ഇപ്പം ഏജ് ആവുമ്പം പലരും ഏജ് ആയിട്ടുള്ള ഒരു 65+ വരുമ്പോൾ പറയുന്നതാണ്, ഓക്കെ, അയ്യോ ഞാൻ മറന്നുപോയി, ഒന്നും എൻ്റെ തലയിൽ നിൽക്കുന്നില്ലല്ലോ, എന്തൊരു ഓർമ്മക്കുറവാണ്, ഒന്നും തലയിൽ നിൽക്കുന്നില്ല എന്ന് ഏജ് ആയിട്ടുള്ളവർ പറയും. അപ്പം അങ്ങനെ പറയുന്നത് ആക്ച്വലി നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ അത് ഡയഗ്നോസ് ചെയ്യണം? ഇത് ഏജ് റിലേറ്റഡ് മെമ്മറി ലോസ് വരുമല്ലോ നമുക്ക്. സോ അങ്ങനെ ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണോ, അതോ ഇത് ഈ പറഞ്ഞ പോലെ ഒരു അസുഖമായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ഡിമെൻഷ്യയുടെ ഒരു ഏർലി സ്റ്റേജിലേക്ക് പോകുന്നതാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു കോമൺ മാൻ എങ്ങനെ അത് അതെ. മനസ്സിലാക്കിയെടുക്കണം? അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നോർമൽ ഏജിങ്ങിൽ നമ്മൾ കുറച്ച് സ്ലോ ആവും. ഓക്കെ. അതായത് നമ്മൾ മെമ്മറി എല്ലാം റീകളക്ട് ചെയ്യുന്നതെല്ലാം കുറച്ച് സ്ലോ ആവും. ദാറ്റ് ഇസ് പാർട്ട് ഓഫ് നോർമൽ യാ. ഏജിങ്, പഴയ നോർമൽ പോലെ. ഏജിങ്. പക്ഷേ ഇതിൽ അൽസൈമേഴ്സിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി അതിൽ റീസെൻറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മളിപ്പം മെമ്മറി എന്ന് പറഞ്ഞാൽ ഓർമ്മ, ഉം. ഓർമ്മയാണ് മാക്സിമം എഫക്റ്റഡ് ആവുന്നത്. അതും റീസെൻറ്റ് മെമ്മറിയാണ്. റീസെൻറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഫോൺ നമ്പർ തന്നു, ഞാൻ തിരിച്ചപ്പം തന്നെ പറയുന്നു, ദാറ്റ് ഇസ് വർക്കിംഗ് മെമ്മറി, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് മെമ്മറി. അത് ആ ഫോൺ നമ്പർ തന്നെ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ചോദിക്കുമ്പം അത് നമ്മൾ തിരിച്ച് പറയാൻ പറ്റുക എന്ന് പറയുന്നത്, അതാണ് അങ്ങനത്തെ ഒരു ഇതാണ് റീസെൻറ്റ് മെമ്മറി. അതായത് ഷോർട്ട് ടേം മെമ്മറി, അതായത് ഒരു ഓക്കെ. ഫ്യൂ മിനിറ്റ്സ് മുമ്പ് തൊട്ട് മേ ബി ഫ്യൂ അവേഴ്സ് മുമ്പ്, അങ്ങനെ ഓക്കെ. അത്രയുമുള്ള മെമ്മറി. അതിനു മുമ്പുള്ള മെമ്മറി ആക്ച്വലി ലോങ് ടേം മെമ്മറി. ഓക്കെ. ഇപ്പം ഇത്രയും നമ്മുടെ മെഡിക്കൽ ഇതൊക്കെ ഇത്രയും വന്നിട്ടും ഭയങ്കര പെയിൻഫുള്ളാണ് ഒരാൾക്ക് ഡിമെൻഷ്യ വന്ന ഒരാളെ കാണുക എന്ന് പറയണത്. നമ്മൾ ബാക്കി എന്തൊരു അസുഖം വരുന്നത് നമ്മൾ വിചാരിക്കും ഇത് പുറമേ കാണുമ്പോൾ ഒന്നുമില്ല, പക്ഷെ ആ ഒരു പേഷ്യൻ്റ് ഗോ ത്രൂ ചെയ്യണതും അവരുടെ ആ രീതിയും അവർ ചെയ്തു കൂട്ടുന്നതും അത് വല്ലാത്തൊരു പെയിനാണ് നമുക്കത് കാണുമ്പം. നമ്മൾ അവരെ എന്താ പറയുക, നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല, റൂമിൽ തന്നെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ അവരെ നമുക്ക് അതെ അതെ അതെ. അത്രയും എക്സ്ട്രീം ലെവലിലേക്ക് പോയ ആൾക്കാരെ അത്രയും നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് ശരിക്കും
അതിന് ഒരു തിരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എന്ന് പറയണത് ഇതിന്റെ ഏത് ലെവലിൽ വന്നാലായിരിക്കും? നോക്കൂ, ഇപ്പോൾ അവൈലബിൾ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് കുറച്ച് പ്രോഗ്രഷൻ സ്ലോ ഡൗൺ ചെയ്യുന്ന മെഡിക്കേഷൻസ് ആണ്. ഉം. അതിൽ രണ്ട് മൂന്ന് മെഡിസിൻസ് ഉണ്ട്. തുടക്കത്തിൽ കുറച്ചൊരു എന്താ പറയുക, പ്രോഗ്രഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ഉം. പക്ഷേ രണ്ട് ഇപ്പോൾ പുതിയ മെഡിക്കേഷൻസ് വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ഇപ്പോൾ മേ ബി നെക്സ്റ്റ് ഇയർ ലോഞ്ച് ചെയ്യും എന്നാണ് മനസ്സിലാവുന്നത്. ഉം. ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയും, ഉം. ലെക്കാനുമാബ്, ഡൊനാനുമാബ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് ഈ അൽസൈമേഴ്സിൽ വരുന്ന പെത്തോളജീനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അതായത് ഓക്കെ. അൽസൈമേഴ്സിൽ വരുന്നത് അമൈലോയിഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉം. ബ്രെയിനകത്ത് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഉം. അപ്പോൾ അതെല്ലാം കൂടെ ക്ലോഗ് ആവുന്ന പോലെ ബ്രെയിൻ സെൽസ് എല്ലാം കൂടി അങ്ങനെ പ്ലാക്ക് പോലെ ഉം. ആവും. അപ്പോൾ അതിൽ അമൈലോയിഡിനെ അഡ്രസ്സ് ചെയ്യുന്ന ഉം. അതിൻ്റെ ലെവൽ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ പോലും വളരെ ഇഫക്റ്റീവാണ്. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. ഓ. അത് കോസ്റ്റ്ലി ആണ്. ഉം. പക്ഷേ നെക്സ്റ്റ് ഇയർ മിക്കവാറും കം വരുമായിരിക്കാം. ടു ദ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ എത്തുമായിരിക്കാം. മാർക്കറ്റ്. അതെ. ഓക്കെ. അപ്പോൾ അതാണ് വലിയൊരു ഓക്കെ. അപ്പൊ അത് അഫോർഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനകത്ത് ഒരു ഇഞ്ചെക്ഷൻസ് ആണ്. ക്യൂറബിൾ ആണോ? ഇഞ്ചെക്ഷൻസ് ആണ്. ഓക്കെ. ഇഞ്ചെക്ഷൻസ് ആണ്. ഓക്കെ. അമൈലോയിഡ് അതിൻ്റെ എന്താ പറയുക, അമൈലോയിഡിൻ്റെ ആ ഒരു ബേസിക് പെത്തോളജി, മറ്റേതൊക്കെ നമുക്ക് ആ കണക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനത്തെയൊക്കെ ഉള്ള ഉം. ലെവലിലേ പറ്റുള്ളായിരുന്നു. ഉം. അപ്പോൾ ഇതാവുമ്പോൾ ആ ഒരു അമൈലോയിഡ് പ്ലാക്ക് ബേർഡൻ കുറയ്ക്കാൻ വേണ്ടി, അപ്പോൾ ഓക്കെ. ഇറ്റ് ഷുഡ് വർക്ക്. ഉം. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രിലിമിനറി റിപ്പോർട്ട്സ് റിപ്പോർട്ട്സ് എല്ലാം. വന്നുകൊണ്ടിരിക്കണത്. കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നാൽ പോലും. ഉം. അപ്പോൾ അതൊരു വലിയ ഹോപ്പാണ്. തീർച്ചയായിട്ടും. എസ്പെഷ്യലി ഈ ഡിമെൻഷ്യ ഡിമെൻഷ്യ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന കെയർ ഗിവേഴ്സിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഡിമെൻഷ്യ ഉള്ളവർക്ക് അവരറിയുന്നില്ല അവരറിയുന്നില്ല. അവരെന്താ ചെയ്യുന്നതെന്ന്. പക്ഷെ കണ്ടിരിക്കുന്നവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അവസാനം അവരോട് നമ്മൾ പറയുമ്പോൾ പറയും, സാധാരണ ഇങ്ങനെ പറയാറ്, ലൈക്ക് ഒരു 3 ഇയർ ഓൾഡ് കുട്ടി ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് നോർമലായിട്ടല്ലേ എടുക്കുള്ളൂ. ഉം. ഇതിപ്പോൾ 3 ഇയർ ഓൾഡ് കുട്ടിയുടെ ആ ഒരു ബ്രെയിൻ ഇതും ഉം. ആളുടെ വലിയൊരു ബോഡിയും, ശരീരവും. അത് അങ്ങനെ വരുമ്പോഴാണ് ആ മിസ്മാച്ച് വരുന്നത്. അതെ. അപ്പോൾ അത് നിങ്ങളത് വേണമെന്ന് വെച്ചല്ല എന്ന് പറഞ്ഞ് ഉം. അങ്ങനെയൊക്കെ പറഞ്ഞ് പറയാനേ അവർക്കാണ് ഒരു നമുക്ക് പറ്റുള്ളൂ. കൗൺസിലിംഗ് ആക്ച്വലി കൗൺസിലിംഗ് വേണ്ടത്. സത്യമായിട്ടും വേണ്ടത്. വേണ്ടത്. ഗോയിങ് ടു ഡിപ്രഷൻ. യാ. കാരണം അതെ. നോക്കിയിട്ട് കാരണം അങ്ങനെയാണ്. അത് ഉം. നമുക്കിപ്പോൾ എല്ലാം ചിലപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഉം. ഒക്കെ ആണെങ്കിൽ ഉം. പോലും നമ്മളത് കണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഉം. ഉം. ഇതുകൊണ്ടാണ് ഇത് പക്ഷേ ബീങ് ഒരു ഉം. നോർമൽ ഹ്യൂമൻ ഉം. നമുക്കത് അറ്റ് ടൈംസ് നമ്മുടെ മൂഡോ ഇതോ പോലെ യെസ്. എപ്പോഴും നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ ഉം. പറ്റിയെന്ന് ഉം. വരില്ല. ഉം. നമ്മളും ചിലപ്പോൾ അവിടെ ഉം. ഓവർ ഉം. റിയാക്ട് ചെയ്തെന്നിരിക്കാം. ഉം. പിന്നീട് ഉം. നമ്മൾ റിയലൈസ് ചെയ്യും അയ്യോ ഉം. പാടില്ലല്ലോ. ഉം. പക്ഷെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അവരുടെ ഉം. മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടും മൈൻഡ് സ്ട്രോങ് ഉം. ആകാനായിട്ടും നല്ലൊരു സൈക്കോളജിക്കൽ ഒരു സപ്പോർട്ട് ഉം. തന്നെ വേണം ഉം. അല്ലേ? അതെ, അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അതപ്പോൾ എല്ലാം നിങ്ങളിപ്പോൾ ഇങ്ങനെ വരുന്ന പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിന് കമ്പൽസറി ആയിട്ട് കൊടുക്കുന്നുണ്ടോ? അവരോട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ആ. കാരണം ദേ ഷുഡ് നോട്ട് ഫീൽ ദാറ്റ്. ഇപ്പം ചില ഡിമെൻഷ്യാസ് ഉണ്ട് സൈക്യാട്രി പ്രോബ്ലമായിട്ട് പോലെ തോന്നും. ഉം. മീൻസ് അവർ എന്നുവെച്ചാൽ ഒരു ഭയങ്കര ദേഷ്യപ്പെടും, അഗ്രസീവ് ആവും അങ്ങനെ. ഉം. അപ്പം ചിലപ്പോൾ തുടക്കത്തിൽ ഡിമെൻഷ്യാന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടും ഉണ്ടാവില്ല. ഓക്കെ. പക്ഷേ അങ്ങനെ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ, അതുപോലെ ലേറ്റ് സ്റ്റേജസിൽ വരുന്നവർ, അതായത് അവർ എല്ലാ എന്നുവെച്ചാൽ എന്താ പറയുക, ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് പ്രശ്നങ്ങൾ ആവുമല്ലോ ഉം. വീട്ടിൽ. ഉം. അപ്പോൾ അവരോടെല്ലാം നമ്മൾ പറഞ്ഞ് മാക്സിമം കൗൺസിൽ ചെയ്തിട്ടാണ് വിടാറ്. കാരണം ഉം. ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ്, എന്താ പറയുക, ആളുടെ ബുദ്ധിമുട്ട് ഉം. ആ ഒരു ഓർമ്മ കുറവ് കാരണമാണ്, യാ. വേണമെന്ന് വെച്ചല്ല ചെയ്യുന്നത് മനസ്സിലായി. എന്നാണല്ലേ. പക്ഷെ ഇതൊക്കെ അത് ഞാൻ ഉം. പറഞ്ഞു അത് ഒരു ഉം. തവണ പറഞ്ഞതുകൊണ്ട് ഓക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓക്കെ ഉം. എനിക്കറിയാം ഞാൻ നോക്കിക്കോളാം നമ്മൾ പറയും. പക്ഷേ ഉം. അറ്റ് ടൈംസ് ഈ നോക്കുന്ന ആൾക്കാരുടെയും ഉം. മെന്റൽ ഇതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും, സോ തീർച്ചയായിട്ടും. അതിനൊരു ഉം. ഒരു എന്താ പറയുക ഒരു ഇന്റർവെല്ലിൽ ഉം. അടിക്കടിക്ക് ഒരു കൗൺസിലിംഗ് അവർക്ക് കൊടുക്കുന്നതല്ലേ എപ്പോഴും ബെറ്റർ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അവര് കാരണം വൺ ഉം. ടൈമിൽ ഉം. ഉം. നമ്മുടെ ഇതല്ലേ യെസ്. നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഉം. മൈൻഡ് കൺട്രോൾ ഉം. ചിലപ്പോൾ ഉം. നമുക്ക് തന്നെ ഉം. കിട്ടിയെന്നും ഉം. വരില്ല. സോ ആ സമയത്ത് അല്ലേ ഇങ്ങനത്തെ ഒരു ഉം. പുറത്തുനിന്ന് ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുറേയും കൂടെ ഉം. ബെറ്റർ ആക്കാൻ ഉം. പറ്റും സിറ്റുവേഷൻ. ഓക്കെ. ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഏർലി ജനറ്റിക്കൽ ടെസ്റ്റിലൂടെ ഉം. ആയിക്കോട്ടെ അതിൽ ഒരുപക്ഷെ മെമ്മറി ലോസും മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം. ജനറ്റിക്കൽ ടെസ്റ്റിൽ ബ്ലഡ് ടെസ്റ്റിലൂടെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള നമുക്ക് ഫ്യൂച്ചറിൽ ബ്ലഡ് ഇങ്ങനെ മെമ്മറി ലോസ് വരുന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഡൻസിയോ അങ്ങനെ എന്തെങ്കിലും? ബേസിക്കലി ചില ടെസ്റ്റുകൾ അവൈലബിൾ ആണ്.
ഓ! അവൈലബിൾ ആണ് ഇൻ ദ സെൻസ് ഇവിടെ അത് റിസർച്ച് ഇതിൽ മാത്രമേ നടന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉള്ളൂ. ഇവിടെ ഓക്കെ. റുട്ടീനായിട്ട് യൂസ് ചെയ്യാറില്ല. ഉം. അത് മാത്രമല്ല അത് യൂസ് ചെയ്യുന്നതിന് ഒരു ചെറിയ പ്രോബ്ലം കൂടിയുണ്ട്. അൺലെസ് ആൾക്കൊരു സിംറ്റം ഇല്ലാതെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓ. നമുക്ക് ഡിമെൻഷ്യ വരും എന്നറിയുമ്പോൾ ഉള്ള ആ ഒരു ഇത് ഓ, തന്നെ. മെന്റൽ സ്റ്റേറ്റ്. ആ ഉം, ഉം, അത് ഉം, ഉം. തന്നെ. അങ്ങനെ അപ്പോൾ അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ. ഓ. ഏർലി സ്റ്റേജസിൽ മേ ബി അതിൽ ഈ മിനിമൽ കോഗ്നേറ്റീവ് ഇമ്പയർമെൻ്റ് എന്നൊക്കെ പറഞ്ഞു വരും. ഉം. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഉം. നമുക്ക് എന്താ പറയുക, ഓർമ്മയുടെ അല്ലെങ്കിൽ ആ കോഗ്നേറ്റീവ് ഡൊമൈൻസിൽ പ്രോബ്ലം വരണം. ദാറ്റ് ഷുഡ് ഇൻ്റർഫിയർ വിത്ത് യുവർ ഡെയിലി ആക്ടിവിറ്റീസ് ഉം. എന്നാണ്. ഉം. അതായത് നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ ഉം. അതിന് പ്രശ്നം വരണം, എന്നാലേ നമ്മൾ ഡിമെൻഷ്യ എന്ന് ക്വാളിഫൈ ചെയ്യുള്ളൂ. ഉം. അതിന് മുമ്പുള്ളൊരു സ്റ്റേജ് ഉണ്ട്, ഉം. മിനിമൽ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്. അതായത് ആം, ആ, ഈ പറഞ്ഞ പോലെ എനിക്ക് ചിലപ്പോൾ സബ്ജക്റ്റീവ് മെമ്മറി കംപ്ലയിൻസ് ആയിരിക്കാം. എനിക്ക് മെമ്മറി പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കൂടെയുള്ളവർ പറയുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല പഴയ പോലെ. നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്ക്രീനിങ് ടെസ്റ്റിലൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട്, പക്ഷെ ആൾക്കത് ഡെയിലി ലൈഫിനെ ബാധിക്കുന്നില്ല ആ. ആ ഒരു ലെവൽ. ആ. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഇങ്ങനത്തെ ടെസ്റ്റുകളും ഒക്കെ ഫ്യൂച്ചറിൽ ഓ. ഇപ്പം അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഇപ്പോൾ ഇമേജിങ് MRI എടുക്കാം, ഉം. പെറ്റ് സ്കാൻ എടുക്കാം. ആ. പെറ്റ് സ്കാൻ തന്നെ ഇപ്പം അൽസൈമേഴ്സ് എന്ന് പറയാൻ മൈലോയിഡ് പെറ്റ് സ്കാനാണ്. ഉം. അപ്പോൾ അതൊന്നും ഇവിടെ വ്യാപകമായിട്ട് വന്നിട്ടില്ല. ഓ. അപ്പോൾ അത് വന്നാലേ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ പറയുക, ഒരു മേജറായിട്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഉം. പെറ്റ് സ്കാനൊക്കെ വെച്ചിട്ടാണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക അൽസൈമേഴ്സ് തന്നെയാണെന്ന്. ഉം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ പുതിയ മെഡിക്കേഷൻസ് ഉം. വരുന്നുണ്ട്. ഉം. അപ്പോൾ അതും ബേസ്ഡ് ഓൺ മൈലോയിഡ് പെറ്റ് സ്കാനാണ്. ഓക്കെ. അങ്ങനെ ഓ. അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഇതുപോലത്തെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും ഉം. ഉണ്ട്. ഉം. പക്ഷെ അതൊന്നും ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് അത് അത്രയും ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. ഡോക്ടർ തൊട്ട് മുന്നേ സൂചിപ്പിച്ചു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുക, നല്ല ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, ലെസ് ഓഫ് റെഡ് മീറ്റ്, അങ്ങനെ നല്ല വൈറ്റമിൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഫുഡ്സ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കാൻ നോക്കുക എന്നുള്ളത്. അങ്ങനെ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക്, ഈവൻ ദോ നമ്മൾക്കിപ്പോൾ ജനറ്റിക്കലി ഇതിനുള്ള ഒരു പ്രോൺ ആണ് നമ്മളെങ്കിൽ പോലും, പക്ഷേ അത്ര ഏർലി ഏജിലേക്ക് നമ്മളെ അത് വന്ന് അസുഖം നമ്മളെ ഹിറ്റ് ചെയ്യാതെ കുറച്ച് നാളും കൂടെ ഇരിക്കാൻ പറ്റും. പോസിബിൾ ആസ് ഓഫ് നൗ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഉം. ഇത് മാത്രമല്ല, ലൈക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ പോകുമ്പോൾ നമുക്ക് സ്ട്രോക്ക് എല്ലാം വരാനുള്ള സാധ്യത വളരെ കുറയും. ഉം. അങ്ങനെ അത് മൾട്ടിപ്പിൾ പല കാര്യങ്ങളിലും. എല്ലാ കാര്യങ്ങളിലും അത് നല്ലതാണ്. ഓക്കെ. ഹൈപ്പർ ടെൻഷൻ വരില്ല, ഡയബറ്റിസ് വരില്ല. ഉം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉം. അതുകൊണ്ടുള്ള ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മിക്സഡ് ഡിമെൻഷ്യ, ആ. വാസ്കുലർ പ്ലസ് അൽസൈമസ്, ഉം. അങ്ങനെ. അപ്പോൾ അതെല്ലാം അതെല്ലാം ഉം, എല്ലാത്തിനും ഉം, ബെറ്റർ ആണ് ഉം, ഉം, അങ്ങനെയെന്നുള്ളത്. ഇപ്പോൾ ഈ മെമ്മറി ഡിക്ലൈൻ വരാതിരിക്കാനായിട്ട് ഉം. നമുക്ക് എന്തെങ്കിലും ഒരു, ഇപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ചിലർക്ക് ഒരു ഏർലി സ്റ്റേജിൽ മേ ബി അറൗണ്ട് ഒരു 30സിലോ 40സിലോ 50സിലോ തോന്നുന്നുണ്ടെങ്കിൽ, അന്നേരം ഇതിനെ മെമ്മറി ഡിക്ലൈനിലേക്ക് പോവാതിരിക്കാൻ എന്തെങ്കിലും മെഡിക്കേഷനോ ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ മിനിമൽ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റിൽ, അതായത് ഓക്കെ. അതിൽ ചെറിയൊരു സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ. ചില മെഡിക്കേഷൻസ് ഉണ്ട്. ഓ. അങ്ങനെ, അതായത് ഒരു ന്യൂറോ പ്രൊട്ടക്ഷൻ എന്ന് പറയാം, ഉം. അല്ലെങ്കിൽ അത് വേഴ്സൺ ചെയ്യാതെ നോക്കുന്ന ഉം. കോഗ്നേറ്റീവ് എൻഹാൻസേഴ്സ് എന്ന് പറയാം. ഓ. അങ്ങനത്തെ മെഡിക്കേഷൻസ് ഉണ്ട്. ഉം. ഈ മിനിമൽ കോഗ്നേറ്റീവ് ഇമ്പയർമെൻ്റ് എന്ന് പറഞ്ഞാലും അത് ആ, തീർച്ചയായിട്ടും അൽസൈമേഴ്സിൽ പോകണം നിർബന്ധമൊന്നുമില്ല. ഉം. ചിലപ്പോൾ അത് അങ്ങനെ തന്നെ സ്റ്റേബിളായി നിൽക്കാം. ഉം. പോവാതിരിക്കാനുള്ള മെഡിക്കേഷൻസ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാറുണ്ട്. ഉം. ചെറുതായിട്ടുണ്ട്, ഇപ്പം ഉം. വലിയ പ്രശ്നമില്ല, എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഉം. അങ്ങനെ വരുമ്പോൾ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ. ഓക്കെ. ഈ നമ്മുടെ എന്താ പറയുക, മൈൻഡിന് കൂടുതൽ നമ്മൾ പ്രഷർ കൊടുക്കുക, സ്ട്രെസ്സ് കൂടുതൽ കൊടുക്കുന്ന ആൾക്കാർക്കാണോ ഇത്തരത്തിലുള്ള ഒരു ഇത് വരിക, അങ്ങനെയുണ്ടോ? ഇപ്പോൾ അൽസൈമേഴ്സിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഉം. പക്ഷേ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം
സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറയും. സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ഡിപ്രഷനുള്ള ഒരാൾക്ക്, ഡിപ്രഷൻ ഭയങ്കര സ്ട്രെസ്സാന്ന് വെച്ചോളൂ. അപ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മെമ്മറി ഇതെല്ലാം ഇമോഷണലി ലിങ്ക്ഡ് ആണ്. അതെ. അപ്പം നമുക്കൊരു നല്ല ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് മെമ്മറി ലോസാന്ന് വിചാരിക്കും, പക്ഷെ ശരിക്കും പറഞ്ഞാൽ മെമ്മറി ലോസ് ആയി. പ്രോബ്ലം ഉണ്ടാവില്ല. ഓ. അത് ഡിപ്രഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ അവർ നോർമലാവും. അപ്പോൾ ഓക്കെ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ആ. ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം എല്ലാവരും വിചാരിക്കും അയ്യോ എനിക്ക് ഡിമെൻഷ്യ ആയി അങ്ങനെ, പക്ഷെ അത് നമ്മുടെ കോഗ്നിറ്റീവ് വാല്യൂഷൻ ചെയ്യുമ്പോൾ ഒരു പാർട്ട് നമ്മുടെ ഡിപ്രഷൻ ഉണ്ടോ ആങ്സൈറ്റി ഉണ്ടോ എന്ന് അതും കൂടി അസസ് ചെയ്യും. കാരണം അത് ഫുള്ളി ട്രീറ്റബിൾ ആണ്. ഓ. അപ്പം കൂടുതലും ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാരിലും ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നുവെച്ചാൽ ഡിമെൻഷ്യ വരാനുള്ള ചാൻസസ് അല്ല, ഡിമെൻഷ്യ പോലെ തോന്നിക്കാം. തോന്നിപ്പിക്കാം. ഡിമെൻഷ്യ മിമിക് എന്ന് പറയും. ഹാ. അതായത് നമുക്ക് കാണുമ്പോൾ എല്ലാം ഇതാണ്. ഓർമ്മയില്ലല്ലോ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഓർമ്മ ടെസ്റ്റിൽ വരെ പ്രോബ്ലംസ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് വിൽ ബി ഡിപ്രഷൻ. ഡിപ്രഷൻ. അങ്ങനെ അപ്പോൾ ഡിപ്രഷൻ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദേ വിൽ ബിക്കം നോർമൽ. ഓക്കെ. അങ്ങനെ. ശരിക്കും പറയുമ്പോൾ നമ്മൾ ഇന്നിപ്പം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് സ്റ്റഡീസ് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാരിലേക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കുറേ പേരെങ്കിലും മനസ്സിലാക്കുന്നു ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് മെൻ്റൽ ഹെൽത്ത് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ. അതെ. എത്രത്തോളം പണ്ടൊക്കെ, കാരണം മെൻ്റൽ ഹെൽത്ത് പുറമേ കാണുന്ന ഒരു അസുഖമോ ഡിസീസോ ഒന്നുമല്ലല്ലോ. അത് ഫിസിക്കലി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ക്ഷീണം, വൈകായിക, നമുക്ക് റെഡ്നെസ് ഇങ്ങനെയൊക്കെ കാണുമ്പം ഓക്കെ നിനക്ക് റെസ്റ്റ് വേണം. പക്ഷേ നമ്മൾ ആക്ച്വലി പറയുവാണെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനേക്കാട്ടിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടതും മെൻ്റൽ ഹെൽത്തിനെ തന്നെയാണല്ലേ? ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറേ ഡിമെൻഷ്യ മാത്രമല്ല ഒത്തിരി അസുഖങ്ങളും വരാൻ ചാൻസസ് ഉണ്ട്. ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഞാൻ വിട്ടുപോയെന്ന് വിചാരിച്ചു തോന്നുന്നു. കാരണം ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് Yeah. എന്നുവെച്ചാൽ കാരണം ഈ ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസിലൊക്കെ വന്നേക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഉറക്കത്തിൽ എന്താ പറയുക ഡീപ്പർ സ്റ്റേജസ് ഓഫ് സ്ലീപ്പിൽ Yeah. ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ ക്ലെൻസിങ് നടക്കുന്നത്. ഹാ. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒത്തിരി തോട്ട് പ്രോസസ്സും എല്ലാം ബ്രെയിൻ ആക്റ്റീവ് ആണല്ലോ. അപ്പം അതിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയാം, അങ്ങനത്തെ ഈ ന്യൂറോ എന്താ പറയുക കെമിക്കൽസ് ഉണ്ടാവും. അപ്പം അതെല്ലാം എന്താ പറയുക ഒരു അതെല്ലാം ക്ലിയർ ചെയ്ത് വരുന്നത് സ്ലീപ്പിലാണ്. ഓക്കെ. അപ്പോൾ നല്ലപോലെ സ്ലീപ്പ് കിട്ടാത്തവർക്ക് ബേസിക്കലി കുറച്ച് കഴിയുമ്പം മെമ്മറി ഡിസ്റ്റർബൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്രെയിൻ ഹെൽത്ത്. അതുകൊണ്ട് ഇപ്പം ഒരു 7 hours ഓഫ് സ്ലീപ്പ് എ ഡേ അത് വളരെ Must ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഗ്ലിംഫാറ്റിക്സ് എന്നാണ് അതിൻ്റെ പേര്, ലൈക്ക് ആ ഒരു ക്ലെൻസിങ് സിസ്റ്റം ഇൻ ദ ബ്രെയിൻ. അപ്പം അതും ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നത് നമ്മുടെ സൈഡിൽ ചെരിഞ്ഞ് കിടക്കുമ്പോഴാന്ന് പറയും. ഓക്കെ. അതേതാ, ലെഫ്റ്റ് സൈഡിലേക്കോ? അങ്ങനെയില്ല, ലാറ്ററൽ സൈഡിൽ നേരെ Okay. കിടക്കുന്നതിനേക്കാളും ആ ക്ലെൻസിങ് കൂടുതൽ നടക്കുന്നത് ലാറ്ററൽ സൈഡിലാന്ന് പറയും. ഓക്കെ. അങ്ങനെ അതാണ്. പറഞ്ഞോളൂ മാഡം പറഞ്ഞോളൂ. മീൻസ് അതായത് നമ്മുടെ സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. കാരണം അത് ഷുഡ് നോട്ട് കോംപ്രമൈസ് ഓൺ സ്ലീപ്പ്. സ്ലീപ്പ്. ഓക്കെ. യാ. നമ്മുടെ എന്താ പറയാ, ബോഡി റിപ്പയർ ചെയ്യണത് ഈ ഒരു സ്ലീപ്പിംഗ് ടൈമിലാണ് എക്സാക്ട്ലി. എന്ന് പറയുമല്ലോ. ഓക്കെ. അപ്പം മാഡം പറഞ്ഞു ഏത് സൈഡിലേക്ക് വേണമെങ്കിലും കിടക്കാം, ലെഫ്റ്റോ റൈറ്റോ, അതെപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ. ചില ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ട് കമന്ന് തന്നെ കിടക്കുക ത്രൂ ഔട്ട് ദ നൈറ്റ്. അതൊരു ഹെൽത്തി ഒരു ഇതാണോ? അത് ബേസിക്കലി ഈ ഒരു ഗ്ലിംഫാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അത് മാത്രമേ ഞാനിപ്പോൾ ഉദ്ദേശിച്ചുള്ളൂ. ലൈക്ക് കമന്ന് കിടക്കുന്ന ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാൻ ചോദിക്കുക ചെയ്ത് അതൊരു ഹെൽത്തി ഒരു സ്ലീപ്പ് മോഡാണോ ഇങ്ങനെ? ഡിപ്പെൻസ്. ആണോ? ചില ആൾക്കാർക്ക് കൂടുതലൊരു കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഒരു ശരിക്കും അവർക്കൊരു ഉറങ്ങാൻ പറ്റുന്നത് ആ പൊസിഷനിലാന്ന് പറയുമല്ലോ. അതാ ഞാൻ ചോദിക്കുന്നത്, അത് അഡ്വൈസബിൾ ആണോ, ആ പോസ്ചർ ബെറ്റർ ഹെൽത്തി ആണോ എന്നുള്ളത്? ഡിപ്പെൻസ് അത്. ഓക്കെ. ഓക്കെ. ഇനി സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഡോക്ടർ പറഞ്ഞു, ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറഞ്ഞു, ഇൻടേക്കിംഗ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ തന്നെയാണല്ലേ അപ്പോൾ ശരിക്കും? അതോ ഒള്ളി ഇത്രയും മാറ്റേഴ്സ് മാത്രമാണോ നമ്മുടെ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ടോട്ടൽ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ ഇരുത്താനായിട്ടും ഇതുപോലത്തെ സോക്കോൾഡ് നമ്മളെ വിഷമിപ്പിക്കുന്ന, ലേറ്റർ ഓൺ വിഷമം തോന്നിപ്പിക്കുന്ന അസുഖങ്ങളൊന്നും നമ്മളെ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതും അല്ലേ? ആസ് ഓഫ് നൗ അങ്ങനെ തന്നെയാണ്. അതായത് എക്സസൈസ്, ഡയറ്റ്,
കോഗ്നിറ്റീവ് എക്സസൈസ്, കോഗ്നിറ്റീവ്ലി ആക്റ്റീവായിട്ടിരിക്കുക, ഉം. നല്ലപോലെ ഉറങ്ങുക, ഡിപ്രഷൻ അങ്ങനത്തെ മാനസികമായിട്ട് ഉം. നല്ലപോലെ ഉം. ഹൈ ആയിട്ട് നിർത്തുക. ഉം. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക, ഉം. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഉം. ഇത്രയുമാണ് ഇപ്പോൾ അഡ്വൈസബിൾ അഡ്വൈസബിൾ ആയിട്ടുള്ളത്. ആയിട്ടുള്ളത്. ഓക്കെ. നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് ഉം. ടോയ്സ് വാങ്ങിച്ചു കൊടുക്കും. ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പസിൽസിലായിക്കോട്ടെ, മെമ്മറി പവർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇന്നിപ്പോൾ അവൈലബിൾ ആണ്. അത്തരത്തിൽ നമുക്ക് മെമ്മറി പവറിനെ കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുമല്ലോ. ഇപ്പോൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ബീയിങ് എ കിഡ് നമ്മൾ ഇതുപോലത്തെ സാധനങ്ങൾ കൂടുതൽ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മെമ്മറി ഈവൻ മോർ സ്ട്രോങ്ങർ ആക്കിക്കൊണ്ട് നമുക്ക് ഇരുത്താൻ പറ്റുമോ? നോക്കൂ, അതൊരു ഐ ക്യാൻ സേ ഒരു ചെറിയൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. ഉം. കാരണം നമുക്കിപ്പം പണ്ട് പറയുമായിരുന്നു നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ആ. ലൈക്ക് നല്ല പോലെ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ഉം. അങ്ങനെ അധികം ഇങ്ങനെ ഡിമെൻഷ്യ വരില്ല. വരില്ല ആ. എന്ന്. ഉം. ഇപ്പോഴത്തെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് റിസർവ് എന്ന് പറയും. ഉം. കോഗ്നിറ്റീവ് റിസർവ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ ചെയ്യുന്നുണ്ട്. ഉം. അപ്പോൾ എനിക്ക് ചെറിയൊരു ഡിപ്പ് വന്നാൽ ഉം. അത്രയും റിസർവ് എനിക്കുണ്ടല്ലോ. ഉം. അപ്പോൾ അത്രയും പുറത്തേക്ക് അറിയില്ലായിരിക്കും ഉം. ആ ഉം. ഇത്. അതുകൊണ്ട് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓ. അത് ഇൻ എ വേ ഇറ്റ് ഇസ് ഗുഡ്. പക്ഷേ ഉം. നമുക്ക് ഇതൊരു അൽസൈമേഴ്സ് പറയുമ്പോൾ അതൊരു മൈലോയിഡ് ഡെപ്പോസിഷൻ വന്നിട്ടുള്ള പെത്തോളജിയാണ്. ഉം. അതിപ്പം നമുക്ക് ഇത്രയും കൊണ്ട് ആ കോഗ്നിറ്റീവ് റിസർവ് നമുക്ക് കൂട്ടി വയ്ക്കാൻ പറ്റും. ഉം. അതായത് നമ്മുടെ ഫങ്ഷനിങ് ലെവൽ അത്രയും ഹൈ ആണ്. ഉം. അപ്പം അതിന് താഴെ വരണമെങ്കിൽ ഉം. കുറച്ചൊരു ഉം. ടൈം എടുക്കുമല്ലോ. അതെ. അതാണ് ഇപ്പോഴത്തെ കൺസെപ്റ്റ്. പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. ഉം. കാരണം നല്ല എഡ്യൂക്കേഷൻ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഉം. അൽസൈമേഴ്സ് അത്രയും എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്കാണ്. അതായത് ആ. ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ ഉം. അത്രയും ഇതില്ലാത്തവർക്കാണ് കൂടുതൽ വരുന്നതെന്നുള്ളത്. ഉം. പക്ഷെ ഇപ്പോഴത്തെ ഇത് കോഗ്നിറ്റീവ് റിസർവ് ആണത്. ആ ചെയ്യുന്നത്. ഉം. അപ്പം ചെറിയ ഡിപ്പ് വന്നാലും നമ്മൾ പെട്ടെന്ന് മനസ്സിലാവും. ഉം. മറ്റേതാകുമ്പോൾ ശരിയാണ്. കുറച്ച് ആഴത്തിൽ ഡെപ്തിലേക്ക് അത് പോയാൽ മാത്രമേ അതെ റിയലൈസ് അതെ അതെ ചെയ്യുള്ളൂ, അതെ അല്ല അതെ അതെ മനസ്സിലാക്കാൻ അതെ അതെ പറ്റുള്ളൂ അതെ അല്ലേ? അതെ മൈൻഡ് അതെ. അത്ര സ്ട്രോങ് ആയിട്ട് അതങ്ങനെ ആ, മെമ്മറി അതെ. അങ്ങനെ സ്ട്രോങ് ആയിട്ട് അത് നിൽക്കുമ്പോഴും. പറയുമ്പോൾ നമുക്ക് ഒരു ചലഞ്ചും കൂടിയുണ്ട്. നമുക്കിപ്പോൾ ഈ മിനിമൽ കോഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവ് മെമ്മറി കംപ്ലയിൻസ് ആയിട്ട് വരും. ബേസിക്കലി വലിയൊരു സയൻറ്റിസ്റ്റോ അങ്ങനത്തെ ഉം. അങ്ങനത്തെ ലെവലിൽ ഫങ്ഷൻ ചെയ്യുന്ന ഉം. ആൾക്കാർ. ഉം. അപ്പം അവരെ അസസ് ചെയ്യുന്നത് ശരിക്കും ഡിഫിക്കൾട്ടാണ്. ഉം. നമ്മുടെ ബാറ്ററി ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ഡിമെൻഷ്യ ഉണ്ടെങ്കിൽ എന്തായാലും ഉം. അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ. പക്ഷെ ഒരു ചെറിയ ഡിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ദിൽ കം ഭയങ്കര. ആൻഡ് ടെൽ us, ഉം. എനിക്ക് പണ്ടത്തെ പോലെ പറ്റുന്നില്ല. ഉം. ചോദിക്കുമ്പോൾ പറയും, ഞാൻ അത്രയും ബുക്സ് റീഡ് ചെയ്യുമായിരുന്നു, ഉം. അതെല്ലാം എനിക്ക് ഓർമ്മ നിൽക്കുമായിരുന്നു. ഉം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത്രയും ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറേയൊക്കെ ഞാൻ മിസ് ചെയ്തു പോകുന്നു. അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഹൈ ഫങ്ഷനിങ് ഇൻഡിവിജ്വൽസ്. ഉം. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ് ഡിമെൻഷ്യ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഉം. പക്ഷെ അതിലൊരു ചെറിയൊരു ഡിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഉം. കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ്. അത് അനലൈസ് അങ്ങനെയുള്ളപ്പോൾ ചെയ്യാൻ. നമ്മൾ യാ. കുറച്ചൊന്ന് ഫോളോ അപ്പ് ചെയ്യാം. ഒരു ഉം. 3 months കഴിഞ്ഞിട്ട് ഒന്നുകൂടെ റീവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 6 months കഴിഞ്ഞിട്ട് റീവാലുവേറ്റ് ചെയ്യാം. ഉം. അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ആക്ച്വലി ഇതെന്നൊക്കെ ഉം. പറയണതല്ലേ ഉം. മെമ്മറി ലോസിൻ്റെ ഇതെല്ലാം ഒരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് തന്നെയാണോ, അതോ നമ്മുടെ സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും വരുന്ന ഒരു ഡിഫക്റ്റ് ഒന്നും കൂടെ പറയാമോ? ന്യൂറോളജിക്കലായിട്ട് തന്നെയാണ്. ആണല്ലേ? ആണ്. അതായത് ഒന്ന് അൽസൈമേഴ്സ് പറയുമ്പോൾ ആ ഒരു അമൈലോയ്ഡ് എന്ന് പറഞ്ഞ സംഭവം ഉം. അത് ബ്രെയിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഉം. അപ്പോൾ അമൈലോയ്ഡ് വന്നിട്ട് ഈ നെർവ് സെൽസ് ഉണ്ടല്ലോ, ഉം. അതെല്ലാം കൂടി ന്യൂറിറ്റിക് പ്ലാക്ക് എന്ന് പറയും. ഓക്കെ. എന്നുവെച്ചാൽ അതെല്ലാം കൂടി എൻടാങ്കിൾ ചെയ്തിട്ട് ഉം. ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ ഒരു സെൽ ബോഡി ഉണ്ട്, നെർവ് അതിൻ്റെ ഉം. ആക്സോൺസ് ഉണ്ട്, ഉം. അതെല്ലാം കൂടി അത് കട്ട പിടിച്ചിരിക്കുന്ന പോലെ വരും. ഉം. അപ്പോൾ അതിലേ കൂടെ ചെറിയ ഇലക്ട്രിക് ഇത് കറണ്ട് പോലെ ചെറിയ മില്ലി ആംപിയേഴ്സിലുള്ള ഇത് വെച്ചിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്, നെർവ്സ് എല്ലാം. ഉം. അപ്പോൾ അതിലേ കൂടിയുള്ള ഇലക്ട്രിക് ട്രാൻസ്മിഷൻ, ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇമ്പയർഡ് ആവും. ഇതാണ് സംഭവിക്കുന്നത്. ഓ. അപ്പോൾ അപ്പോൾ അതായത് ബ്രെയിനകത്ത് ഉം. ഈ അമൈലോയ്ഡ് ഡെപ്പോസിഷൻ വരുന്നു, ഇതെല്ലാം കൂടെ ടാങ്കിൾ ചെയ്യുന്നു, ഉം. അതെല്ലാം കട്ട പിടിച്ച പോലെ, അതായത് അതിൽ കൂടെയുള്ള ഈ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. അപ്പൊ ഇത് അങ്ങനെയാണ് ക്ലിയർലി ഒരു സംഭവിക്കുന്നത്. ന്യൂറോളജിക്കൽ ക്ലിയർലി ന്യൂറോളജിക്കൽ തന്നെയാണ്. തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അമൈലോയ്ഡ് ബേർഡൻ കുറച്ച് കഴിഞ്ഞാൽ ഉം. അതിൻ്റെ ട്രാൻസ്മിഷനൊക്കെ നന്നായി നടക്കും.
നല്ല പുതിയ മെഡിസിൻസ് വരുന്നുണ്ടെന്ന് ഞാൻ അതെ. പറഞ്ഞല്ലോ. ഡോക്ടർ, ഇന്നിപ്പം വളരെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊന്നാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം മൈഗ്രെയിനും ആക്ച്വലി ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് തന്നെയാണോ അപ്പോൾ? അതെ, മൈഗ്രെയിൻ ഡെഫിനറ്റ്ലി ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണ്. ഉം. പ്രൈമറി ഹെഡേക്ക് എന്ന് പറയും. ഉം. അതായത് ബ്രെയിനിൻ്റെ ഇപ്പോൾ ഒരു ട്യൂമർ കൊണ്ടോ അല്ലെങ്കിൽ സ്കാനിൽ കാണുന്ന ഒരു ഉം. സംഭവം കൊണ്ടല്ല ഹെഡേക്ക് വരുന്നത്. സ്കാനിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവം കൊണ്ടല്ല ഹെഡേക്ക് വരുന്നത്. അതായത് സ്കാൻ എടുത്താൽ നോർമൽ ആയിരിക്കും. ഉം. അത് കോമണസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൈമറി ഹെഡേക്കാണ് മൈഗ്രെയിൻ. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഹെഡേക്കാണ്. ബേസിക്കലി ഒരു പാറ്റേൺ ഉണ്ട്. അത് വെച്ചാണ് നമ്മൾ മൈഗ്രെയിൻ റിക്കഗ്നൈസ് ചെയ്യുന്നത്. അതായത് ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ കുറേ പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് പറഞ്ഞാൽ നമുക്കിപ്പം വെയിലത്ത് പോയാൽ, ഉറക്കം നിന്നാൽ, ഉം. അല്ലെങ്കിൽ എന്താ പറയുക, ഭക്ഷണം കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ല, സ്കിപ്പ് ചെയ്താൽ, മീൽസൊക്കെ സ്കിപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ ഒത്തിരി സ്ട്രെസ്സ് വരുമ്പോൾ, ഉം. ഇതൊക്കെയാണ് സാധാരണ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഫുഡ് ഐറ്റംസ് എല്ലാം എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതെ. ഒരാൾക്ക് ഉള്ള പോലെ ആയിരിക്കില്ല ഉം. വേറൊരാൾക്ക് വരുന്നത്. അപ്പം അത് വന്നിട്ട് ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്തിട്ട് യു ഗെറ്റ് സിവിയർ ഹെഡേക്ക്. ഉം. ചെറുതായിട്ട് തുടങ്ങും, കൂടി കൂടി വരും. സാധാരണ ഒരു സൈഡിലാണ്, നെറ്റിയുടെ ഒരു സൈഡിലാണ് തുടങ്ങുക. ഉം. ത്രോബിങ് ക്വാളിറ്റി, ഒരു വിങ്ങുന്ന പോലത്തെ ഒരു ഉം. ക്വാളിറ്റിയാണ്. അതിൻ്റെ കൂടെ ഭയങ്കര ലൈറ്റ് കാണുമ്പോൾ ഇറിറ്റേഷൻ, ശബ്ദം കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ, ഡാർക്ക് റൂമിൽ ഇരിക്കാൻ പ്രിഫർ ചെയ്യും, ഉം. അത് വോമിറ്റ് ചെയ്യും. ഉം. നല്ലപോലെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, ഉറക്കം കിട്ടാൻ പാടായിരിക്കും, പക്ഷെ ഉം. നല്ലപോലെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് ഒരു പാറ്റേൺ. ഉം. അപ്പോൾ ചിലപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓറ എന്ന് പറയും. ഓറ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വിഷ്വൽ ഓറയാണ് കോമൺ ആയിട്ട് കാണുന്നത്. അതായത് നമുക്ക് നോക്കുമ്പോൾ അവിടെ ചെറിയ സ്പോട്സ് പോലെ കാണുക, അതെല്ലാം കൂടി ഒരുമിച്ച് പോയിട്ട് ഇങ്ങനെ സൈഡിലോട്ട് പോകുന്ന പോലെ, അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് കണ്ണിന് കാഴ്ചയിൽ ഒരു ബുദ്ധിമുട്ട് വരും. അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ്, ചിലപ്പോൾ ഒരു അരമണിക്കൂർ വരെയൊക്കെ നിൽക്കാം. അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് സിവിയർ ഹെഡേക്ക് വരും. അതിന് മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയും. അത് വിഷ്വൽ ഓറ. ഇങ്ങനെ ചിലപ്പോൾ വിഷ്വൽ ആവണം എന്നില്ല. ചിലപ്പോൾ കയ്യിലൊരു ഒരു സൈഡ് മുഴുവൻ ഒരു തരിപ്പ് പോലെ വരാം. ചിലർക്ക് ചെറിയ തലകറക്കം പോലെ വരാം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഹെഡേക്ക് വരുന്നത്. അത് മൈഗ്രെയിൻ വിത്ത് ഓറ. മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ ആണെങ്കിൽ, ഓറ ഇല്ലാതെ തന്നെ ഹെഡേക്കായിട്ട് തന്നെ തുടങ്ങുന്ന ഉണ്ട്. അപ്പോൾ ഈ മൈഗ്രെയിൻ ആണെങ്കിലും ചില ആൾക്കാർ റെഗുലറായിട്ട് ടാബ്ലറ്റ് കഴിക്കും. തലവേദനയും ചിലർക്കും അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട്, ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ വെയിലത്തിറങ്ങുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് ഓവർ ബോഡി ഒന്ന് സ്ട്രെയിൻ ആവുമോ, ഇപ്പോൾ വരുമ്പോഴൊക്കെ തലവേദന വരുമ്പം തലവേദന കാണുമ്പോൾ തന്നെ ചിലർ ഫ്രീക്വൻ്റ് ആയിട്ട് പാരസെറ്റമോളോ എന്തെങ്കിലുമൊക്കെ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കും. ആക്ച്വലി അതിൻ്റെ ഒരു ഇൻടേക്കിങ് കൂടിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് മോശമായിട്ടത് എത്തില്ലേ? തീർച്ചയായിട്ടും അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം ഈ ഹെഡേക്ക് ഫ്രീക്വൻസി ചിലപ്പോൾ വളരെ റെയറായിട്ടേ വരുള്ളൂ. ഉം. മാസത്തിലൊരിക്കലൊക്കെ ആണെങ്കിൽ ഉം. അന്ന് ഒരു ദിവസത്തേക്ക് പാരസെറ്റമോളോ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് എടുത്താൽ പോകുന്ന ടൈപ്പ് ഉണ്ട്. ചിലർക്കത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരും, ഉം. ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എല്ലാ ദിവസവും തലവേദന വരുന്ന ഉം. പോലെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാസത്തിലൊരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ തലവേദന വരുമോ, ഉം. അല്ലെങ്കിൽ വരുന്ന തലവേദന ചിലപ്പോൾ ഭയങ്കരമായിട്ട് നിൽക്കുമോ, വിത്ത് ഓറയൊക്കെ, ഉം. വിത്ത് ഓറ, അല്ലെങ്കിൽ അത് കുറേ നേരം നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ 2 ദിവസം അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ വരുവാണെങ്കിൽ വരാതിരിക്കാൻ പ്രിവെൻറ്റീവ് മെഡിക്കേഷൻസ് ഉണ്ട്. ഉം. അതാണ് അഡ്വൈസ് ചെയ്യുക. ഉം. അപ്പം പ്രിവെൻറ്റീവ് മെഡിക്കേഷൻസ് പറയുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ഒരാളുടെ പ്രൊഫൈൽ. അതായത് ഇപ്പോൾ എന്താ പറയുക, ആസ്മയുണ്ടോ, അല്ലെങ്കിൽ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണോ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ്, ഒബീസ് ആണോ, ഉം. അത് വളരെ തിന്നാണോ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഏത് മെഡിസിനാണ് സ്യൂട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുക. ഉം. ചിലർക്ക് ചില മെഡിസിൻസ് ആയിരിക്കും സ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഡിസിൻ എടുത്തിട്ട് വലിയൊരു ഗുണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് ചേഞ്ച് നോക്കാം. ചെയ്യാം. ഉം. പക്ഷേ മാസത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും വരുന്നത്, അതായത് ആഴ്ചയിലൊരിക്കൽ ഉം. ഏകദേശം ഉം. അങ്ങനെ വരുവാണെങ്കിൽ വരാതിരിക്കാനുള്ള മെഡിസിൻ എടുക്കുന്നതാണ് നല്ലത്. നല്ലത്. ഓക്കെ. അപ്പോൾ അതല്ലാതെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യം വന്നു, 10 പെയിൻ കില്ലർ എടുത്തു, അല്ലെങ്കിൽ ചെറിയ പെയിൻ കില്ലർ ആയിരിക്കാം, ചിലപ്പോൾ ഹയർ ഉം. ഡോസേജ് ഉള്ളതാവാം. ആയിരിക്കാം. ഇത് അങ്ങനെ എടുക്കുവാണെങ്കിൽ ഈ കോൾ ഇറ്റ് അനാൽജസിക് ഓവർ യൂസ്. ഉം. അനാൽജസിക് ഓവർ യൂസ് എന്ന് പറയും. ഉം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തലവേദന പിന്നെയും പിന്നെയും
ഓ. കൂടുതലായിട്ട് വരും. അപ്പോൾ നമുക്ക് പിന്നെയും അപ്പോൾ കൂടുതലായിട്ട് വരുമ്പോൾ പിന്നെയും അനാൽജസിക്സ് കൂടുതലെടുക്കും. അതിന്ന് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രിവെന്റീവ് മെഡിക്കേഷൻസ് എടുത്തിട്ട് അതിന്ന് നമുക്ക് പുറത്ത് ബ്രേക്ക് വരാൻ ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ സെയിം കേസ് ഉം, സെയിം ആണ് മൈഗ്രെയിൻ്റെ കേസിലാണെങ്കിലും ഉം, അല്ലേ? ഉം, ചില ആൾക്കാർ ഫ്രീക്വൻ്റ് ആയിട്ട് മൈഗ്രെയിൻ ഉം, വരുന്നവരുണ്ടല്ലോ. ഉം, സോ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഉം. മൈഗ്രെയിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നൊരു അസുഖമല്ലേ? അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താ അപ്പം അതിന് ചെയ്യാൻ പറ്റുക? നമുക്ക് ഡിപ്പെൻസ് നമ്മുടെ ഇപ്പം എന്താണ് നമുക്ക് ട്രിഗർ വരുന്നതെന്ന്. ഉം, അതായത് ചിലർക്ക് ചില ഫുഡ് ഐറ്റംസ് ആയിരിക്കും, ഉം, ചിലപ്പോൾ വെയിലത്ത് പോയാലായിരിക്കും. ഉം. അത് കുറേയൊക്കെ നമുക്ക് അതെല്ലാം അവോയ്ഡ് ചെയ്യാം. അവോയ്ഡ് ചെയ്യാം. ഓക്കെ. പക്ഷെ എല്ലാം ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റിയെന്ന് പറ്റില്ല. വരില്ല. ഇപ്പം ട്രാവൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല, സൺ അതെ. എക്സ്പോഷർ അത് പറ്റില്ല. ഉം. അങ്ങനെ അപ്പം അങ്ങനെ വരുമ്പോൾ പ്രിവെൻറ്റീവ് മെഡിക്കേഷൻസ് എടുക്കുക. ആദ്യമേ അത് ട്രൈ ചെയ്യുക. ലൈക്ക് നമ്മൾ എന്താണോ ട്രിഗർ ചെയ്യുന്നത് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുക. ഉം. നല്ലപോലെ ഉറക്കം, നല്ലപോലെ ഡീഹൈഡ്രേഷൻ വന്നാലും ഒക്കെ അപ്പോൾ ഉം. നല്ലപോലെ വാട്ടർ ഇൻടേക്ക് അതെല്ലാം ഓക്കെ ആയിട്ടും ഉം. പിന്നെയും വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉം. പ്രിവെൻറ്റീവ് മെഡിക്കേഷൻസ് എടുക്കുക. ഡെയിലി ഒരേ സമയത്ത് തന്നെ ഉം. ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു നേരം ഭക്ഷണം ആ സമയത്ത് കഴിച്ചില്ലെങ്കിൽ അപ്പം തന്നെ അവർക്ക് തലവേദന വരുന്നു. അല്ലെങ്കിൽ ഈവനിങ് ചായ ചില ആൾക്കാർക്ക് മോർണിംഗ് ടീ ഉം. ഇതൊക്കെ ഭയങ്കര ഒരു സിസ്റ്റമാറ്റിക് ഉം. ആയിട്ട് പോകുന്ന ആൾക്കാരിൽ ആ സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാറുണ്ട് ഭയങ്കരമായിട്ടും ട്രിഗർ ചെയ്യുന്നു അവർക്ക് ഉം. ഉം. തലവേദനിക്കണു എന്ന് പറഞ്ഞ്. അപ്പം അതൊരു അഡിക്ഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ തോന്നുന്നതാണോ? ആ വേദന അപ്പം എന്തായിരിക്കും? അല്ല ബേസിക്കലി അഡിക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ചിലർക്ക് ഇപ്പം കോഫി, ചായ തന്നെ ആവണമെന്നില്ല. മീൽസ് സ്കിപ്പ് ചെയ്താലും വരും. ആ അതെ. വിശന്നിരുന്നാ വരും. അതെ. അപ്പം അത് ആ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അവർ കറക്റ്റായിട്ട് ആ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക. അതേ ഉള്ളൂ അതിന് ഒരു ഇത്. കൗണ്ടർ ചെയ്യാനുള്ളൊരു മാർഗം. ഉം. ആ സമയം തെറ്റി എന്തെങ്കിലും തെറ്റിക്കഴിച്ചാൽ കഴിക്കുമ്പോഴത്തേക്ക് വരില്ല. അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് വേറൊന്നും ഇല്ലല്ലേ? ഉം. ഓക്കെ. ഉം. പിന്നെ എന്തൊക്കെയാണ് ഡോക്ടർ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ന്യൂറോളജിക്കലായിട്ട് ഇപ്പോൾ ഡോക്ടറൊക്കെ ഒരുപാട് പേഷ്യൻസിനെ കാണുമ്പം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എന്താണ്? ഇപ്പോൾ മൈഗ്രെയിൻ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ന്യൂറോളജിക്കലി? ന്യൂറോളജിക്കലി എന്ന് പറയുമ്പം കുറേ കാര്യങ്ങളുണ്ട്. ഉം. അതിൽ ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ സീഷേഴ്സ് ഉം. വളരെ കോമൺ അതെ. ആണ്. ഉം. അപ്പോൾ പിന്നെ ഉം. പാർക്കിൻസോണിസം, ഉം. പിന്നെ മേജർ എന്താ പറയുക ഓട്ടോ ഇമ്മ്യൂൺ എൻകെഫലൈറ്റിസ് അങ്ങനത്തെ കുറേ ഉം. കൂടി അതെ. സിക്കാവുന്ന അതെ. ടൈപ്പ്. ഉം. യങ്സ്റ്റേഴ്സിൽ കൂടുതലായിട്ടും കാണുന്നതോ? യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ആസ്പെക്റ്റിൽ? ഏജ് വൈസ് തന്നെ. ആ ഏജ് വൈസ് തന്നെ യങ്സ്റ്റേഴ്സ് വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യണത് കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് എല്ലാവരുടെയും വളരെ ബിസി ഷെഡ്യൂളിൽ ഉം. പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യണ ന്യൂറോളജിക്കൽ പ്രോബ്ലം എന്ന് പറയണത് അതെന്തായിരിക്കും? മീൻസ് അസുഖമായിട്ട് വരാമല്ലോ. ആ. ഇപ്പം നമുക്കിപ്പം യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഏജിൽ ഇന്ന അസുഖം അങ്ങനെ പറയാൻ ഡിഫിക്കൾട്ടാണ്. ഉം. അതായത് ഇപ്പം ചോദിക്കുകയാണെങ്കിൽ മൈഗ്രെയിനൊക്കെ ഉം. അതൊക്കെ നമുക്ക് ആ ഒരു പ്രായത്തിൽ വരുന്ന അങ്ങനെ പറയാം. പറയാം. ഉം. ആ, പിന്നെ അല്ലാതെ വരുന്നത് ഇപ്പം സീഷേഴ്സ് ഉം. അതിൽ നോക്കിയാലും യങ്സ്റ്റേഴ്സിൽ കൂടുതലും അല്ലേ? ഉം. വരാറുണ്ട്. ഉം. ആ, അങ്ങനെ അല്ലേ? ബാക്കിയെല്ലാം നോക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു ഏജ് റിലേറ്റഡ് അല്ലെങ്കിൽ അല്ലേ? കൂടുതലും നമുക്ക് ഉം, ഓൾഡ് ഏജ് ഉം. വരുന്നതനുസരിച്ച് വരുന്നതാണല്ലോ അതെ അതെ ബാക്കി അതെ അതെ കൂടുതൽ ആ ആ അസുഖങ്ങളെല്ലാം. അതെ അതാ ഞാൻ ഉം, ചോദിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ ഉം, വരുന്നത്. അപ്പം ഉം, ഇതിനൊക്കെ ഉള്ളൊരു റെമഡി എന്ന് ഉം, പറയണത് മെഡിസിനിലേക്ക് പോകുന്നതിനെക്കാട്ടിലും ഉം. നല്ലൊരു ലൈഫ് സ്റ്റൈലോടുകൂടി എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ ഹെൽത്തി ആയിട്ട് തന്നെ ലിവ് ചെയ്യാൻ നോക്കിയാൽ ഇത്തരത്തിലുള്ള കുറേ കുറേ പ്രോബ്ലംസ് കാര്യങ്ങൾ ഒക്കെ കുറേ നമുക്ക് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഉം. പിന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ സീഷറാണ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് ആണ്, ഉം. ഇൻഫെക്ഷൻസ് ആ ഉം. ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അതെ. ലൈക്ക് ബ്രെയിനെ എഫക്റ്റ് ചെയ്യുന്ന അതെ. ഇൻഫെക്ഷൻസ്. ഉം. അപ്പോൾ അതൊക്കെ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. ഉം. അതൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അത് വരുമ്പോൾ ട്രീറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഉം. ഇങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ലൈക്ക് കുറേയൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടും ഒക്കെ ഉം. കുറേയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ട്രീറ്റ് ചെയ്യാൻ ഉം, പറ്റും, മാനേജ് ചെയ്യാൻ ഉം. പറ്റും അല്ലേ? ഡോക്ടർ അതുപോലെ കൂടുതലായിട്ട് കേൾക്കുന്നത് എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്. കൈക്ക് വല്ലാണ്ട് തരിപ്പ് വരുന്നു. ഒരു മരവിച്ച അവസ്ഥന്നോ എന്തോ ഒരു തരിപ്പ് പോലെ. ഇതും ആക്ച്വലി എന്താണത്? ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണോ?
ഉം, കൈക്ക് തരിപ്പ് വരുന്ന വെച്ചാൽ കോമണസ്റ്റ് ആയിട്ട് വരുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഉം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ റിസ്റ്റിൻ്റെ ഭാഗത്തൂടെ ഒരു ടണലിൽ കൂടി ഒരു നെർവ് പോകുന്നുണ്ട്. ഉം. അപ്പോൾ ആ നെർവ് അവിടെ ജാം ആയാൽ, അതായത് നമ്മൾ ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക്, ഉം. തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉള്ളവർക്ക്, ഉം. അല്ലെങ്കിൽ കുറേ നമ്മൾ ഇപ്പം എന്താ പറയുക, ഈ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഈ ഫ്രീക്വൻറ്റ് മൂവ്മെൻറ്റ് വരുമ്പോൾ ഓക്കെ. അവിടെ ആ നെർവ് ജാം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ ഈ ഒരു 3 വിരലിലോട്ട് തരിപ്പ് പോലെ വരും. തോന്നും. അത് ഓക്കെ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ അതിന് കോമണസ്റ്റ് ആയിട്ട് പറയാറ്, ഉം. മൊബൈൽ കുറച്ച് നേരം കൈ അതെ. പിടിച്ച് കഴിഞ്ഞാൽ, അതെ. ബസ്സിൽ പിടിച്ച് കഴിഞ്ഞാൽ, ഉം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹോൾഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പം. കൈ അങ്ങ് തെറിച്ച് പോവും, അതെ. കയ്യിൽ നിന്ന് അത് വിട്ടു പോകുന്ന ഒരു ലെവലിലോട്ട് ഉം. വരാറുണ്ട്. അപ്പം അത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നാണ് അതിന് പറയുക. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ പരിശോധനയിൽ കൂടെ അറിയാൻ പറ്റും അവിടെ തന്നെയാണോ നെർവിന് പ്രോബ്ലം വരുന്നത്, അതോ ആ നെർവ് വരുന്നത് കഴുത്തിൻ്റെ ഭാഗത്തുനിന്നാണ്. ഓക്കെ. ചിലർക്ക് ചെറിയ സ്പോണ്ടിലോസിസോ അവിടെ എന്തെങ്കിലും ആ. പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ കയ്യിലോട്ട് തരിപ്പ് വരാം. ഓക്കെ. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പരിശോധനയിൽ കൂടെ കഴിയും. ഉം. അപ്പോൾ അതിൽ ഇപ്പോൾ അതിനെ അത് എന്താ പറയുക, പരിശോധനയിൽ കൂടെ ഒരു പരിധിവരെ അറിയാൻ പറ്റും. അത് കൺഫേം ചെയ്യാനായിട്ട് ടെസ്റ്റുകളുണ്ട്. ഉം. മീൻസ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയും. അത് ചെറിയൊരു ഷോക്ക് പോലെ അടിച്ചിട്ട് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിന് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാനുള്ള ഉം. ടെസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റായിട്ടും കാർപ്പൽ ടണൽ സിൻഡ്രോം ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. അതോ കഴുത്തിൻ്റെ അവിടെയാണോ പ്രോബ്ലം എന്നുള്ളത് അതും ഫർദർ ടെസ്റ്റുകളിൽ കൂടെ അറിയാൻ പറ്റും. അപ്പം ബേസിക്കലി അതൊരു ഉം, ചെറിയ ലെവലിലാണ് ഉള്ളതെങ്കിൽ ഉം. ചെറിയ മെഡിസിൻസും ചെറിയ എന്താ പറയുക സ്പ്ലിൻറ്റ് ഉപയോഗിക്കുന്നതിൽ കൂടിയും ചെറിയ മെഡിസിൻസിൽ കൂടിയും ആ തരിപ്പ് നമുക്ക് മാറ്റാൻ മാറ്റാൻ പറ്റും. പറ്റും. ഓക്കെ. അതുപോലെ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ. നാച്ചുറലി ഇത് കുറച്ച് സിംറ്റംസ് കുറയും. കുറയും. പിന്നെ ഒരു ഗ്രൂപ്പ് സാധാരണ ഡെലിവറിക്ക് ശേഷം ഓ. അങ്ങനെയും കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പരിധി വരെ നമുക്ക് മെഡിസിൻസ് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അത് സിവിയർ ആയി കഴിഞ്ഞാൽ ബേസിക്കലി അവിടുത്തെ വിരലിൻ്റെ വിരൽ ഉം. കൺട്രോൾ ചെയ്യുന്ന മസിലിന് ഡാമേജ് വരും. അപ്പം അത് വരാതിരിക്കണമെങ്കിൽ ചെറിയ സർജറി ചെയ്യേണ്ടി വരും. ഓ. അതായത് ഒരു സിവിയർ ഡിഗ്രിയിൽ കൈക്ക് വിരലിന് പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് കണ്ടക്ഷൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ സർജറി ചെയ്ത് ഡീകംപ്രഷനാണ് അതിന് ട്രീറ്റ്മെൻറ്റ്. അതായത് ആ ഒരു ചെറിയ സർജറി വഴി ആ നെർവിന് ആ ജാം ആവുന്നത് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇതാണ്. അതേപോലെ കോമൺ ആയിട്ടുള്ള ഉം, ഇന്നിപ്പോ കോമൺ എന്ന് തന്നെ പറയാം സ്ട്രോക്ക് ഉം, വരുന്നതും ഉം, അതും ഇതും എല്ലാം റിലേറ്റഡ് ആണ് അല്ലേ? ഉം. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ബേസിക്കലി ബ്ലഡ് വെസൽസ്, ഉം. അതായത് ബ്രെയിനിലേക്കുള്ള രക്തോട്ടം കട്ട് ഓഫ് ആയി പോകുന്നു. ഉം. അതായത് മേജർ രക്തക്കുഴലാവാം, അല്ലെങ്കിൽ അത് ബ്രാഞ്ച് ചെയ്തിട്ട് ഉം. ചെറിയ രക്തക്കുഴലാവാം ഡാമേജ് ആവുന്നത്. അപ്പം ഡിപ്പെൻഡ്സ് ഓൺ ലൈക്ക് ഏത് ഭാഗത്താണ് ഈ രക്തക്കുഴൽ ബ്ലോക്ക് ആയിരിക്കുന്നത്, അനുസരിച്ചിട്ടായിരിക്കും സിംറ്റംസ് വരിക. ഓക്കെ. പെട്ടെന്നായിരിക്കും. ഉം. പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് സഡനായിട്ടും വരാം, മേ ബി ഓവർ എ പീരീഡ് ഓഫ് ടൈമും വരാം. ഉം. ഡിപ്പെൻഡ്സ് ഓൺ ആ എത്ര നേരം കൊണ്ട് അത് ബ്ലോക്കായി, ഫുൾ ബ്ലോക്കായോ അങ്ങനെ. ഉം. അപ്പം ഏത് ഭാഗത്ത് എന്ന് വെച്ചാൽ ചിലപ്പം ഇപ്പം നമ്മുടെ കൈയുടെ കാലിൻ്റെ മോട്ടോർ കൺട്രോൾ, അതായത് കൈകാലിൻ്റെ അനക്കം കൺട്രോൾ ചെയ്യുന്ന ഭാഗത്താണെങ്കിൽ വീക്ക്നെസ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഉം. ചിലപ്പോൾ സംസാരത്തിനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ഫേസ് കൂടിപ്പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നടക്കുമ്പോൾ ആട്ടം പോലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗം കാണാതെ ഉം. അങ്ങനെ തലകറക്കമായിരിക്കാം. ഇതൊക്കെയാണ് കോമണസ്റ്റ് ആയിട്ട് വരുന്ന വരുന്നു. സിംറ്റം സ്ട്രോക്കിൻ്റെ. അപ്പം അതും അതിനെ വളരെ നമ്മൾ ഈ രക്തക്കുഴലിൽ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ആ ബ്ലോക്ക് നമുക്ക് മാറ്റാൻ പറ്റിയാൽ അത് ഒരു ടൈം പീരീഡ് വരെ അത് റിവേഴ്സിബിൾ ആവാം. അപ്പോൾ ഉം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ലൈക്ക് അവയർനെസ് വേണ്ട ഒരു കാര്യമാണ്. 4.5 മണിക്കൂറാണ്, അതായത് സ്ട്രോക്ക് ഓൺസെറ്റിന് 4.5 മണിക്കൂറിനകത്താണ് നമ്മൾ ഈ ഒരു 2 തരത്തിൽ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇഞ്ചക്ഷൻ കൊടുത്ത് ലൈസ് ചെയ്യാൻ പറ്റും. ഉം. അല്ലെങ്കിൽ ഇപ്പം മേജർ രക്തക്കുഴലിലാണ് ഈ ബ്ലോക്കെങ്കിൽ നമ്മൾ ഈ ആൻജിയോഗ്രാം എന്ന് പറയില്ലേ, ഉം. അതുപോലെ ബ്രെയിനിലോട്ടുള്ള രക്തക്കുഴലിലോട്ട് എന്താ പറയുക, ആ ക്ലോട്ട് വലിച്ചെടുത്ത് കളയാൻ പറ്റും. ആൻജിയോഗ്രാം പോലെ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ക്ലോട്ട് ഓ. വലിച്ചെടുത്ത് കളയാൻ പറ്റും. മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് എത്രയും നേരത്തെ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഉം. അപ്പം
ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം സ്ട്രോക്ക് ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. സി ടി സ്കാൻ എടുക്കാം. സി ടി സ്കാനിൽ മേജർ രക്തക്കുഴൽ ആൻജിയോഗ്രാം, സി ടി ആൻജിയോ എന്ന് പറയും. അതിൻ്റെ എവിടെയാ ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നമ്മൾ ചെറിയ ഏരിയയിലാണ് ഇപ്പോൾ ബ്ലോക്കെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, എടുത്ത സി ടിക്കകത്ത് ബ്ലീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈവൻ ആൻജിയോഗ്രാം നോർമൽ ആണെങ്കിൽ പോലും നമ്മൾ IV ത്രോംബോലൈസിസ് കൊടുക്കാൻ പറ്റും. അതിൽ കുറേ പേഷ്യൻസിനെ, ലൈക്ക് ഈ ത്രോംബോലൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒരു ഏരിയ രക്തക്കുഴൽ ബ്ലോക്ക് ആയാൽ അത്രയും ആ ആർട്ടറി സപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് ബ്രെയിൻ ഉണ്ടാവും. അതിൻ്റെ ചുറ്റുമുള്ള ഏരിയാസ് ഒരു ഭാഗം പോയിട്ടുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും കൈക്ക് ബലക്കുറവ് വന്നിരിക്കുന്നത്. അതിന് ചുറ്റുമുള്ള ഏരിയാസിലും അത് ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവില്ല, പക്ഷേ അതും കോംപ്രമൈസ് ലെവലിലായിരിക്കും. അപ്പോൾ ഈ ബ്ലഡ് ഫ്ലോ നമ്മൾ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ത്രോംബോലൈസ് ചെയ്യുന്നത്. സെയിം ഇതാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. അത് വലിയ ക്ലോട്ട് വലിച്ചെടുത്ത് കളയുന്നത്. അതായത് മേജർ രക്തക്കുഴലിലാണെങ്കിലാണ് അത് ചെയ്യാൻ പറ്റുക. അങ്ങനെ. അപ്പോൾ അതിന് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഈ ബ്രെയിനിലെ സെൽസിന് കൂടുതൽ നേരം ഓക്സിജൻ ഇല്ലാതെ, ബ്ലഡ് സപ്ലൈ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ മിനിറ്റിലും എത്രയോ മില്യൺസ് ഓഫ് ന്യൂറോൺസ് ആണ് ഡാമേജ് വന്ന് അത് ഇറിവേഴ്സിബിൾ ആണ്. അത് ഇൻഫാക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഏരിയ പിന്നെ അത് റീജനറേറ്റ് ചെയ്യില്ല, വേറെ സെൽസ് അവിടെ വരില്ല. അപ്പം അത് എത്രയും കുറയ്ക്കാമോ അത്രയും കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു വിൻഡോ പീരീഡ്, ഗോൾഡൻ വിൻഡോ പീരീഡ് ആണ്, ലൈക്ക് 4.5 hours എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നമുക്കിത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ. നമ്മൾ തുടങ്ങിയ കോൺവെർസേഷൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതായത് മെമ്മറി ലോസ് വരുമ്പം അതൊക്കെ പറഞ്ഞു തന്നിരുന്നു. നമ്മൾ നോക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം ഇതെല്ലാം പറഞ്ഞു തന്നിരുന്നു. ചില ആൾക്കാർക്ക് എനിക്കിപ്പം നമുക്ക് ജനറ്റിക്കലി വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഫ്രീക്വൻസിയിലാണ് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ അത് ഒരു എങ്ങനെയാണ് നമ്മളതിൻ്റെ ചെക്കപ്പ് ഒക്കെ എങ്ങനെയാണ്? ബേസിക്കലി നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് ഡോക്ടറെ കാണുക. ഓക്കെ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ പറഞ്ഞ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എല്ലാം എടുത്തിട്ടും നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് കാണുക. കാരണം നമുക്കത് എന്താണ് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഡിസൈഡ് ചെയ്യാം. അത് ഉണ്ടെങ്കിൽ അത് എത്രമാത്രമാണെന്ന് ഡിസൈഡ് ചെയ്യാം. അത് എന്തുകൊണ്ടാണെന്ന് ഡിസൈഡ് ചെയ്യാം. അതനുസരിച്ചിട്ട് നമുക്ക് അതിനെ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ മെഡിക്കേഷൻസ് ആണെങ്കിലും അല്ലാതെയുള്ള ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും അറ്റ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാ. എന്നിട്ട് അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാ, അതിന്റെ ചെക്കപ്പ് ഫോളോ അപ്സ് എങ്ങനെയാ? ഫോളോ അപ്പ് അത് ഡിപ്പെൻസ് ഓൺ ദ, എന്താ പറയാ, ഒരാളുടെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് നോക്കിയിട്ടായിരിക്കും അല്ലേ? കേസ് ടു കേസ് ആണ്. അതായത് ഇപ്പം ഒരാൾ നല്ല സ്റ്റേബിൾ ആയി പോവാണ്, അൽസൈമേഴ്സ് ചെറിയൊരു മെമ്മറി ഇമ്പയർമെന്റ് ഉണ്ട്, പക്ഷെ മെഡിസിൻസ് എടുത്തു, അത് ഓവർ ടൈം പ്രോബ്ലം ഒന്നുമില്ല, അതേപോലെ പോവുകയാണെങ്കിൽ മേ ബി 3 months 6 months അങ്ങനെ റീഅസസ്മെൻ്റ് ഒക്കെയും ഡിപ്പെൻസ് ഓൺ മുന്നോട്ട് ഒരാളുടെ പോലെ ആയിരിക്കണം എന്നില്ല വേറൊരാൾ. അപ്പോൾ അത് പറയാൻ കേസ് ടു കേസേ പറ്റുള്ളൂ. ഓക്കെ. അതെന്തായാലും ഒരു കേസ് ഒരു എന്താ പറയുക, ഒരു ലെവലിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെഡിക്കലി തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്ത് എന്തായാലും മെഡിക്കേഷൻ വേണ്ടി വരും അല്ലേ? അതിൽ ഒരു കാര്യമുള്ളത്, നമ്മൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ഏർലി സ്റ്റേജിൽ ആളെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ലേറ്റ് സ്റ്റേജിൽ അതെ 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 ആ പ്രോഗ്രഷൻ ഇപ്പോൾ ലേറ്റ് സ്റ്റേജസിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്തിട്ട് വലിയ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പം ഈ മെമ്മറി പ്രോബ്ലം കാരണം അവരെവിടെയെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും വെക്കും, കുറച്ച് കഴിയുമ്പോൾ അതവർ മറന്നു പോവും. എന്നിട്ടൊരു അവരുടെ ഒരു കോമൺ ആയിട്ടൊരു ടെൻഡൻസി കാണുന്നത് വേറെ ആരെങ്കിലും എടുത്തു എന്ന് അക്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ വീടുകളിൽ ഭയങ്കരമായിട്ട് പ്രോബ്ലം വരാറുണ്ട്. പിന്നെ ഉള്ളത് ഈ ഈവനിങ് ടൈം ആവുമ്പോൾ
ലൈക്ക് ദേ ഗെറ്റ് ഡിസോറിയൻറ്റഡ്, ഭയങ്കരമായിട്ട് ബഹളം വെക്കുക, Yeah. അങ്ങനത്തെ കുറേ ബിഹേവിയറൽ പ്രോബ്ലംസ് എല്ലാം കാണാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മാനേജബിൾ ആണെങ്കിൽ അല്ലാതെ എന്തെങ്കിലും എന്താ പറയുക മരുന്നല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചെറിയ മെഡിക്കേഷൻസ് സൈക്കാട്രി ലൈക്ക് ആൻറ്റിസൈക്കോട്ടിക്സ് Yeah. അങ്ങനത്തെ മെഡിക്കേഷൻസ് വേണ്ടി വരും. കാരണം ഒരു ലെവൽ കഴിഞ്ഞ് അഗ്രസീവ് ആവുക, വയലൻ്റ് ആവുക, നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക, ഉം. അതൊക്കെ വളരെ കോമൺ ആണ്. അപ്പോൾ ഭയങ്കര പെയിൻഫുൾ. അത് പറയുമ്പോൾ തന്നെ അത് കേൾക്കുമ്പം വളരെ വേദനിപ്പിക്കുന്ന ഒരു യെസ്, സ്റ്റേജും അസുഖവും തന്നെയാണ്. അതെ, എന്തായാലും നമ്മൾ എവിടെ ശ്രദ്ധിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മുടെ മൈൽ സ്റ്റോൺ ഡോക്ടറിലൂടെ ഓരോ സ്പെഷ്യലിസ്റ്റുകളും ഇതേപോലെ മാറി മാറി വന്ന് നമുക്ക് വേണ്ട അവയർനെസ് എല്ലാം തരുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ? അതെ, നമ്മളുടെ തീർച്ചയായിട്ടും. വരും കാലത്ത് വരുന്ന ഓരോ നമ്മൾ വരുത്തി വെക്കുന്ന ഓരോന്നിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കാം ലേറ്റർ സ്റ്റേജിലേക്ക് നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ട് വരേണ്ടി വരിക. പക്ഷെ അത് പറയുമ്പം എത്ര ഹെൽത്തി ആയിട്ട് ജീവിച്ചവർക്കും സംഭവിക്കാം, തീർച്ചയായിട്ടും. അല്ലാത്തവർക്കും സംഭവിക്കാം. പക്ഷെ ഹെൽത്തി ആയിട്ട് തന്നെ ജീവിക്കുക അതെ, അല്ലേ? കറക്റ്റ്. എനിവേ, താങ്ക് യു ഡോക്ടർ. താങ്ക് താങ്ക് യു, യു ഫോർ യുവർ താങ്ക് ടൈം. യു.